ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളുടെ മധ്യയെ ഇന്ന് രാത്രികാലം ഒരു സാക്ഷിയായിരിക്കാന് ദൈവം ഇടയാക്കിയ കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാല ഈ പ്രയർ ലൈനിലുള്ള എല്ലാ ദൈവമക്കളോടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ എനിക്കൊരു അവസരം ഒരുക്കി തന്ന പ്രിയ രാജാനോടും കുടുംബത്തോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദൈവം ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു അവസരം ഒരുക്കി തന്നത് എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിലെ ദൈവത്തെക്കുറിച്ച് ഒരു സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ദൈവം അത് മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യം പറയുമ്പോൾ അത് അനേകരുടെ ജീവിതങ്ങൾക്ക് വിടുതലാകും. ചിലർ ആ വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കും, ചിലരെ പല വേദനയിലൂടെ കടന്നു പോകുന്നതായിരിക്കും. എന്നാൽ ഇന്ന് അടിയൻ പറയുന്ന സാക്ഷ്യം അനേകരുടെ ജീവിതത്തിന് വിടുതലായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആദ്യം എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എൻ്റെ പേര് മിനി എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സജി കുമ്പനാട്. എനിക്കൊരു മോനെ ദൈവം ദാനം ചെയ്തു, സ്റ്റീവ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഹോസ്റ്റലിലെ IPC ഹെബ്രോൺ ചർച്ചിലാണ് പോകുന്നത്. ദൈവം ഇന്ന് രാത്രികാലം ഞാൻ കൂടുതൽ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ആദ്യമായിട്ട് ദൈവത്തിലെ ഞാൻ ഇന്ന് ഈ വിഷയത്തിന് വേണ്ടി ദൈവം ജനങ്ങളോട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ തന്ന ഒരു വാക്യം ഞാൻ ആദ്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന ഒരു വാക്യമാണ്, എന്നാലും അത് എൻ്റെ അനുഭവത്തോട് ചേർന്നൊരു വാക്യം. അതെല്ലാവർക്കും അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. സങ്കീർത്തനം 138 സങ്കീർത്തനം 138 6 7 വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയോ അവൻ ദൂരത്തു നിന്നും അറിയുന്നു. അതിൻ്റെ 7ാമത്തെ വാക്യമാണ് ഞാൻ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, എൻ്റെ ശത്രുവിൻ്റെ ക്രോധത്തിന്റെ നേരെ നീ കൈനീട്ടും, നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവയെ നിന്റെ ദയ എന്നേക്കുമുള്ളത്, തൃക്കൈകളുടെ പ്രവർത്തികളെ ഉപേക്ഷിക്കരുത്. അതിനകത്ത് ഏറ്റവും എന്നെ ബലപ്പെടുത്തിയ ഒരു വാക്യം എന്ന് പറയുന്നത്, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. അതായത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടത ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മളെ ഒരിക്കലും നശിപ്പിക്കാനോ നമ്മളെ തകർക്കുവാനോ അല്ല. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത എത്ര കടന്നു വന്നിട്ടുണ്ടോ അത്രത്തോളം ദൈവം നമ്മളെ ഒരു ജീവിതത്തിലെ അനുഗ്രഹമാക്കി ദൈവം തീർക്കും. ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളോടൊരു ടെസ്റ്റ് മണി പറയണമെങ്കിൽ അടിയന്റെ ജീവിതത്തിലെ ഒരു ടെസ്റ്റ് മാത്രമേ അതൊരു ടെസ്റ്റ് മണി ആകത്തുള്ളൂ. എന്നാൽ ഈ ടെസ്റ്റിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ നിരാശയുടെ അനുഭവങ്ങൾ കടന്നു വരും, വേദനിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് കടന്നു വരും. എന്നാൽ അവയുടെയൊക്കെയും മധ്യത്തിൽ നമ്മളെ താങ്ങുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. പലപ്പോഴും ചില കഷ്ടത ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കർത്താവേ, ഇതിന്റെ മുൻപിൽ ഞാൻ തകർന്നു പോകുമോ, ഇതെങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെയാവും എന്നൊക്കെയും ഭാരപ്പെടുമ്പോൾ, എന്നാൽ അതിൻ്റെയൊക്കെയും നടുവിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രികാലം ഈ പേരിലത് ആരെല്ലാം ഉണ്ടോ എനിക്കറിയത്തില്ല. എന്നാൽ ജീവിതങ്ങളോട് ദൈവം പറയുക, നീ കഷ്ടതയുടെ നടുവിൽ കൂടി നടന്നു പോയാലും അത് നിന്നെ ജീവിപ്പിക്കും, അത് ശത്രുവിന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല ദൈവം. ഏത് കഷ്ടത ജീവിതത്തിൽ വന്നാലും അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരം നീട്ടി നമ്മളെ സഹായിക്കുമെന്ന് ഞാൻ ഇന്ന് പറയാൻ കാര്യം എൻ്റെ ജീവിതത്തിൽ അത് അനുഭവമായതുകൊണ്ടാണ്. അനുഭവമുള്ള വ്യക്തികൾക്ക് മാത്രമേ അത് പറഞ്ഞാൽ അതിനുള്ള ഒരു ഇതുണ്ട്. കാര്യം ജീവിതത്തിലെ കഷ്ടത ആർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളല്ല ജീവിതത്തിൽ വരുന്നത്. എന്നാൽ ആരെങ്കിലും അനുഗ്രഹം പറഞ്ഞ് എല്ലാവർക്കും വളരെ ഹാപ്പി അത് കേൾക്കുക. എന്നാൽ കഷ്ടത നമ്മളെ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളെ ഒരു പൊന്നുപോലെ ഒരു നല്ല പാത്രമാക്കി അനേകരുടെ മുൻപിൽ നിർത്തണമെങ്കിൽ നമ്മൾ ചില കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകും. ദൈവം ഓരോ ജീവിതങ്ങൾക്കും അവരുടേത് അനുസരിച്ചുള്ള കഷ്ടതയാണ് കൊടുക്കുന്നത്. എനിക്ക് താങ്ങാവുന്ന കഷ്ടമേ എനിക്ക് തരത്തുള്ളൂ, മറ്റുള്ളവർക്ക് കൊടുക്കത്തില്ല. സോ ദൈവത്തിനറിയാം ഒരു വ്യക്തിക്ക് എത്രത്തോളം ആ കഷ്ടത കൊടുത്താൽ അതിനെ മുന്നോട്ട് ജീവിക്കാൻ കഴിയുമെന്നുള്ള ദൈവത്തിനറിയാം. ആ രീതിയിലുള്ള ഒരു കഷ്ടതയായിരിക്കും ദൈവം കൊടുക്കുന്നത്. എൻ്റെ അനുഭവത്തോട് ചേർന്ന സാക്ഷ്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം എന്നെ എൻ്റെ ചെറു പ്രായത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കളെ എന്നെ വളർത്തി ആത്മീയമായ രീതിയിൽ നല്ലതായ രീതിയിൽ വളർത്തി എൻ്റെ മാതാപിതാക്കളായിരുന്നു എൻ്റെ ഫാദറും മദറും.
എനിക്ക് അവരെ പറ്റി എപ്പോഴും പറയുന്ന ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ, ഏത് പ്രയാസം വന്നാലും അവര് ദൈവസന്നിധിയിൽ ഉടനെ മുട്ടുമടക്കും. അന്നത്തെ സമയത്തൊക്കെ കഷ്ടതയിലൂടെയൊക്കെയും കടന്നു പോകുമ്പോൾ ഞാനത് ചെറുപ്പം മുതൽ കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ്. ഏത് പ്രയാസം വന്നാലും കൂടുതൽ എൻ്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത്. എന്ത് വിഷമം വന്നാലും അമ്മ പെട്ടെന്ന് കരയുകയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഞാൻ എപ്പോഴും കാണുന്നത്. അപ്പൊ ഏതെല്ലാം പ്രയാസങ്ങൾ വന്നാലും ഞാൻ അത് കണ്ടാണ് വളർന്നത്. കാര്യം നമ്മൾ മാതാപിതാക്കളായ നമ്മളെ പ്രാർത്ഥിക്കുന്നതും കരയുന്നതും നമ്മുടെ കുഞ്ഞുങ്ങൾ കാണും. എന്നാൽ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ഒരു കഷ്ടത വരുമ്പോൾ അവർ ചിന്തിക്കുക, എൻ്റെ മാതാവ് കരഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ചിന്തിക്കുക എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ ജീവിതത്തിലെ എപ്പോഴും എൻ്റെ അമ്മയുടെ ആ കണ്ണുനീരും പ്രാർത്ഥനയും എല്ലാം എനിക്ക് ഓർമ്മ വരുമായിരുന്നു. അങ്ങനെ ഞങ്ങളെ നല്ലൊരു ജീവിതം നയിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കർത്താവ് എനിക്ക് ഒരു കല്യാണത്തിന്റെ കാര്യങ്ങൾ വരുന്നതും. അങ്ങനെ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം വന്ന സമയത്ത് ദൈവത്തിന്റെ ആലോചന പ്രകാരം ദൈവം ഒരുക്കി തന്ന രീതിയിലെ കല്യാണങ്ങളെല്ലാം നടന്നു. സമാധാനമായിട്ട് കാര്യങ്ങളെല്ലാം നടന്നു. എനിക്ക് അന്ന് 19 വയസ്സേ ഉള്ളൂ. സൈജാൻ അന്ന് 21 വയസ്സുണ്ട് കല്യാണം കഴിക്കുമ്പോൾ. കാര്യം കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് അബുദാബി പോകാനുള്ള വഴി ദൈവം ഒരുക്കി. അങ്ങനെ കുടുംബമായിട്ട് ഞങ്ങൾ അബുദാബിയിലായിരുന്നു. എന്നാൽ ഞാൻ അതിനകത്ത് തെറ്റായിട്ടല്ല പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം ഒരു വ്യക്തിയെ കിട്ടുന്നത് ആത്മീയമായ രീതിയിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിലപ്പം കിട്ടിയില്ല എന്നിരിക്കും. എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. രണ്ട് വ്യത്യസ്ത കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. കാര്യം ആത്മീയമായിട്ട് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വ്യക്തി ആയിരിക്കത്തില്ല എന്നാൽ കിട്ടുന്നത്. എന്നാൽ ദൈവം ആ സമയങ്ങളൊക്കെ എനിക്കൊരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കർത്താവെ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്കാണെങ്കിലും എൻ്റെ കൂട്ടത്തിൽ അധികം വരത്തില്ല. പെന്തിക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിലും പക്ഷെ ആഗ്രഹിക്കുന്ന പോലെ ഒരു വ്യക്തി ആയിരുന്നില്ല. എന്നാൽ കർത്താവ് ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ് കല്യാണം നടന്നത്. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ദൈവം കൊണ്ടുവരുമെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടൊരു വിശ്വാസമുണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെയും ഞാൻ ഏത് സമയം കിട്ടിയാലും അബുദാബിയിലായിരിക്കുമ്പോൾ ദൈവമക്കളുടെ കൂടെ പോയി പ്രാർത്ഥിക്കാനും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ അങ്ങനെ സന്തോഷകരമായിട്ടൊരു ജീവിതം കടന്നു പോകുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ചില വ്യക്തികളെ കൂടി ചിലപ്പോൾ സംസാരിക്കും, ചിലപ്പോൾ നമ്മളെ ദർശനങ്ങളിൽ കൂടി ദൈവം നടത്തും. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് 98 ഇതുപോലെ ഞാൻ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ഒരു ദൈവദാസനി കൂടി എന്നോട് ഒരു ആലോചന ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കാര്യമുണ്ട്, ഇതിനു മുമ്പേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവെ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു അളവിൽ ആക്കണമെങ്കിൽ ചില പണിയിൽ കൂടി ഞങ്ങളെ കടത്തിവിടണമേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളെ ചില പണിശാലയിലൂടെ കടത്തിവിടും. എന്നാൽ അത് നമ്മുടെ ഒരിക്കലും ദോഷത്തിനായിട്ടല്ല, അത് നന്മയ്ക്കായിട്ട് തീരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അന്ന് ആ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ആ ദേവദാസൻ ആലോചന പറയുന്നു, ഇതുപോലെ 98 നീ വളരെ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വേദന നിന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിട്ട് തീരും. അത് ലോകം മുഴുവൻ അറിയുന്ന ഒരു സാക്ഷ്യമായി തീരും. എന്നാൽ ആ സമയത്ത് പിടിച്ചു നിൽക്കുവാനുള്ള ദൈവകൃപ കിട്ടാൻ വേണ്ടി നീ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് എന്നോട് ദൈവത്തിന്റെ ആലോചന അറിയിച്ചു. വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ സൈറ്റാനെ പറഞ്ഞു, അങ്ങനെ പല ദൈവദാസന്മാരും ആലോചനയൊന്നും പറയും, അങ്ങനെ അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട എന്നൊക്കെയും പറഞ്ഞെങ്കിലും എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മുന്നമേ അവൻ കാര്യങ്ങളെ അറിയിക്കും. ആ കാര്യങ്ങളെ അറിയിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളത് തള്ളിക്കളയുകയോ അതിനെ ഉപേക്ഷയായിട്ട് വിചാരിക്കുകയോ ചെയ്യാതെ അത് ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് അത് വിടുതലാണെന്നുള്ളത് എൻ്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. ആ ദൈവദാസൻ ഈ ആലോചന പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ദൈവസന്നിധിയിലെ 3 ദിവസം വെള്ളം പോലും കുടിക്കാതെ, നല്ല ചൂടുള്ള സമയമാണ്, വെള്ളം പോലും കുടിക്കാതെ ദൈവസന്നിധിയിലെ 3 ദിവസം ഉപവസിച്ചു. എനിക്കറിയത്തില്ല എന്ത് കഷ്ടത എൻ്റെ ജീവിതത്തിൽ വരുന്നത്, എനിക്കൊന്നും അറിയത്തില്ല. എന്നാൽ കർത്താവ് ഒരു ആലോചന അറിയിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വിടുതലുണ്ടെങ്കിൽ നമ്മളെ ദൈവം അത് നേരത്തെ അറിയിക്കും. ആ വിഷയത്തിന് ഒരു വിടുതൽ ദൈവം അറിയിക്കാൻ വേണ്ടിയാണ് നേരത്തെ ദൈവദാസനെ കൂടിയൊക്കെ നമ്മളോട് ചിലപ്പോൾ ആലോചനകൾ അറിയിക്കും.
ചിലപ്പോൾ നമ്മളോട് ദൈവം സംസാരിക്കും, ദർശനങ്ങളിൽ കൂടി ദൈവം കാണിച്ചു തരും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആലോചന അറിയിക്കുമ്പോൾ നമ്മൾ അതിനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മൾ അനുസരണത്തോടെ അത് ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ ആ വിഷയത്തിന് വേണ്ടി ഉപവസിച്ച് കരഞ്ഞ് ദൈവസന്നിധിയിൽ 3 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3-ാമത്തെ ദിവസം ദൈവം ആ വരാൻ പോകുന്ന കാര്യം എന്നെ ദർശനത്തിൽ കൂടി അറിയിച്ചു. ദർശനത്തിൽ കൂടി കർത്താവ് എന്നെ അറിയിച്ചെന്ന് പറഞ്ഞാൽ അതുപോലുള്ള ഒരു സിറ്റുവേഷനാണ് എൻ്റെ ലൈഫിൽ വരാൻ പോകുന്നത്. അതിനെ പിടിച്ചു നിൽക്കുവാൻ വേണ്ടിയുള്ള ദൈവകൃപ ദൈവം എനിക്ക് വേണ്ടി പകർന്നു. അന്ന് രാത്രിയിലെ ദൈവം ദർശനത്തിൽ കൂടി വരാൻ പോകുന്ന സംഭവം എന്നെ കാണിച്ചു തന്നു. 3-ാമത്തെ ദിവസം ഞാൻ കാണുന്നത് സൈജാന്റെ അവസ്ഥയാണ് കാണുന്നത്. സൈജാനെ ഒരിടത്ത് മരിച്ചു കിടക്കുന്ന അവസ്ഥ, എന്നാൽ ഒരു സൈഡിൽ നിന്നുകൊണ്ട് സൈജാൻ പ്രസംഗിക്കുന്നു. ഈ 2 കാര്യമാണ് എന്നെ കാണിച്ചത്. അപ്പൊ എനിക്ക് ഈ സ്വപ്നം കണ്ട് ഞാൻ പെട്ടെന്ന് രാത്രിയിലെ ഞെട്ടി എഴുന്നേറ്റു. കർത്താവെ, ഈ ദർശനം എന്തുവാ കണ്ടത്, എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടല്ലോ, എനിക്കത് മനസ്സിലായി. എന്നാൽ പെട്ടെന്ന് ഞാൻ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് അന്ന് രാത്രിയിൽ എഴുന്നേറ്റു എന്ന് സൈജാനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അപ്പൊ സൈജാൻ പറഞ്ഞു, ഇനി വെള്ളമൊക്കെ കുടിക്കാതെ ഇരുന്നുകൊണ്ട് കണ്ടതാ, അതാ ഇതെന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ എനിക്കറിയാം ദൈവം നമ്മളെ ആ ദർശനത്തിൽ കൂടി അന്ന് കർത്താവ് നമ്മളെ ഒരുക്കി എടുക്കുമായിരുന്നു. ആ ദർശനം കണ്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ പെട്ടെന്ന് സൈജാൻ ഒരു തലവേദന വരുന്നു. തലവേദന വന്ന് അബുദാബിയിലെ ഹോസ്പിറ്റലിൽ അന്ന് കൊണ്ടുചെന്ന് അവർ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഇതുപോലെ ഭയങ്കര തലവേദനയാ. അവരെല്ലാം നോക്കിയിട്ട് സൈനസിന്റെ പ്രോബ്ലം ഒക്കെയാന്ന് പറഞ്ഞ് അവരെ തിരിച്ചു വിട്ടു. എന്നാലും സൈജാൻ തിരിച്ചു വന്നെങ്കിലും ആ വേദന മാറാതെ പിന്നെയും ആ ഹോസ്പിറ്റലിൽ കടന്നു ചെന്ന് ഡോക്ടറിനോട് പറഞ്ഞു, എൻ്റെ തലയൊന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ തല സ്കാൻ ചെയ്യുമ്പോൾ അറിയുന്നത് തലയ്ക്കകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ട്യൂമർ. ഇത് വലിയ ഒരു തേങ്ങായോളം വലിപ്പമുള്ള ഒരു വലിയ ട്യൂമർ. അവർക്ക് ഡോക്ടർമാർ കണ്ടിട്ട് പറഞ്ഞു, ഇനി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല, 2 ആഴ്ചയിൽ കൂടുതൽ ഈ വ്യക്തി ജീവിക്കത്തില്ല, അതുപോലെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയി കഴിഞ്ഞിരിക്കുന്നു, ഒന്നും ചെയ്യാം. പെട്ടെന്ന് എൻ്റെ ലൈഫിൽ അത് കേട്ട് കഴിഞ്ഞപ്പം ആദ്യം എനിക്ക്, നമ്മൾ മനുഷ്യരാ, നമ്മുടെ ജീവിതത്തിലെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ഉപയോഗിച്ചാലും ചില കാര്യങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ അതിൽ കൂടി എങ്ങനെ മുന്നോട്ട് നീങ്ങും. എന്നാൽ പെട്ടെന്ന് ഞാൻ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം ദൈവം കാണിച്ച ദർശനമാണ് എന്നെ അതിൽ ബലപ്പെടുത്തിയത്. കാര്യം ദൈവം അതിനകത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ വ്യക്തി മരിച്ചാലും ദൈവം അവിടെ പ്രസംഗിക്കുന്ന ആ കാഴ്ച കാണിച്ചെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതിന്മേൽ ഒരു വാക്തത്വം ദൈവം അറിയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അത് ആ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സാധിച്ചു തരും. ഈ ട്യൂമർ വന്നെങ്കിലും ഞാൻ പെട്ടെന്ന് അന്ന് 3 വയസ്സുണ്ട്. സൈജാൻ അന്ന് ഹോസ്പിറ്റലിലെ അന്ന് ചർച്ചിലുള്ള ആരാണ്ട് കൊണ്ടുപോയിരിക്കുക, ബാക്കി കാര്യങ്ങളെല്ലാം അതിന്റെ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പോയിരിക്കുക. എന്നാൽ ഈ സമയത്ത് ഞാൻ മുറിക്കുള്ളില് മോന് 3 വയസ്സുണ്ട്, അവനെ മടി വെച്ചുകൊണ്ട് കർത്താവേ ദൈവമേ, ഈ കഷ്ടതയിൽ പിടിച്ചു നിൽക്കാൻ കൃപ എൻ്റെ മേൽ പകരണമേ. ദൈവമേ, ഞാൻ ആ മുട്ടുമേൽ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ പറയും പരിശുദ്ധാത്മാവെന്ന വ്യക്തി ജീവിതം നമ്മളോട് വന്ന ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ ദൈവം നമ്മളോട് സംസാരിക്കും. ആ സമയം പരിശുദ്ധാത്മാവ് പിന്നെയും എന്നെ ധൈര്യപ്പെടുത്തി, നിന്നെ ഈ ദർശനം കാണിച്ചു തന്നെങ്കിൽ ഇതിന് പിടിച്ചു നിൽക്കുവാനുള്ള കൃപ നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിക്കും. ദൈവം വളരെ വലിയ ഒരു ആശ്വാസം എൻ്റെ ഉള്ളിൽ പകർന്നു. എന്നാൽ മുൻപോട്ട് നോക്കുമ്പോൾ എല്ലാം പ്രതികൂലമാണ്. എങ്ങനെ ബ്രെയിൻ ട്യൂമർ, ഇതിന്റെ മുൻപിൽ എങ്ങനെ മുന്നോട്ട് പോകും? 3 വയസ്സേ ഉള്ളൂ മോനെ, എനിക്കന്ന് 26 വയസ്സുണ്ട്. എന്നാൽ ദൈവം നിന്റെ മേൽ ഒരു വാഗ്ദത്തം അറിയിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് അതിന്റെ മേൽ ഒരു വിടുതൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും നിന്നെ തകർക്കുവാനല്ല നിന്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വരുന്നത്. ആ കഷ്ടതയിൽ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു കൃപയും കൂടി ദൈവം തന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ തരത്തുള്ളൂ. ആ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കുവാനുള്ള വലിയ ദൈവകൃപ നമ്മുടെ മേൽ ദൈവം പകരും. ഇന്ന് രാത്രികാലം ഈ സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് ആ അനുഭവങ്ങളൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. ആ സമയം ദൈവസന്നിധി ഞാൻ ആത്മാവിൽ നിറഞ്ഞു അപ്പോൾ വലിയ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിച്ച് എൻ്റെ ആ മനസ്സിൽ നിന്ന് ആ വേദന എവിടോ മാറിപ്പോയി. എനിക്ക് പിന്നെ ആ വേദന, എനിക്ക് മനസ്സിന് ഭയങ്കര സമാധാനം, ഭയങ്കര ധൈര്യം. എല്ലാവരും നെഗറ്റീവുകളായിട്ടുള്ള എല്ലാ ആൻസറുകളും പറയുമ്പോൾ ഞാൻ പറയും, ദൈവം എന്നെ ഒരു കാര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം എനിക്ക് സാധിച്ചു തരും. എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു ആ സമയങ്ങളിലൊക്കെയും. ആ സമയങ്ങളിൽ അബുദാബിയിലെ ഹോസ്പിറ്റലിൽ പറഞ്ഞു, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് നാട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് നാട്ടിൽ എല്ലാവരും അറിഞ്ഞു. ആ സമയമൊക്കെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ ബ്രെയിൻ ട്യൂമർ ഒന്നൊക്കെ കേൾക്കുമ്പോൾ, അന്നൊക്കെയും ഇത്രയും അന്ന് ബ്രെയിൻ ട്യൂമർ ഒന്നും വ്യക്തികൾക്കില്ലായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു
പെട്ടെന്ന് ഒരു ഭയമായിരുന്നു. അങ്ങനെ നാട്ടിൽ വിളിച്ചു പറഞ്ഞു, എൻ്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോഴത്തേന് അവരെല്ലാം കരയാൻ തുടങ്ങി. സൈജാന്റെ വീട്ടിൽ അവിടെ കരയുന്നു, എല്ലാവരും ഭയങ്കര കാര്യത്തിന്റെ കാര്യം. ഞാൻ ചെറുപ്പമാണ്, എന്തുവാ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്കൊരു ഒന്നും അറിയത്തില്ല. എന്നാൽ ഈ സമയങ്ങളിൽ നാട്ടിലും കരയുമ്പോഴും ചർച്ചിലുള്ളവരെല്ലാവരും ആ സമയത്ത് എന്നെ ധൈര്യപ്പെടുത്തിയ ഒരു അമ്മാമ്മ ഇവിടെ ഉണ്ട്. അത് അബുദാബിയിലെ പാസ്റ്റർ ഓസി ദേവിച്ചാൻ എന്ന് പറയും. ഓസി ദേവിച്ചാന്റെ വൈഫ് റോസമ്മാമ്മ. അമ്മാമ്മ ഇപ്പോഴും ഫിലദൽഫിയയിലുണ്ട്. അമ്മാമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞു, മോളെ നിന്നോടൊരു ദർശനം ദൈവം അറിയിച്ചിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല, നീ ഒരിക്കലും വിധവയാകാൻ ദൈവം ഇപ്പോൾ അനുവദിക്കത്തില്ല. അമ്മാമ്മ എന്നോട് ധൈര്യമായിട്ട് ആ വിഷയം, അമ്മാമ്മ ആ ദർശനം അമ്മാമ്മയും കണ്ടത്, അതുകൊണ്ട് എന്നോട് ധൈര്യത്തോടെ പറഞ്ഞു, മോളെ നീ വിഷമിക്കണ്ട. എനിക്ക് ചില സമയത്ത് നമ്മളെ ധൈര്യപ്പെടുത്താൻ ചില വ്യക്തികളെ ദൈവം ഒരുക്കും. നമ്മൾ ചില കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ അറിയത്തില്ല, നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ ദൈവം ചില വ്യക്തി ജീവിതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ. അമ്മാമ്മ എനിക്ക് ആ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര എന്ത് വേദന വന്നാലും ഞാൻ അമ്മാമ്മോട് പറയുമ്പോൾ ധൈര്യത്തോടെ ഇരുന്ന, മോളെ ആരുടെയും വാക്കുകൾ കേൾക്കണ്ട, നിന്നോട് ദൈവം ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അന്ന് പൗലോസിനോട് പറഞ്ഞ പോലെ, ദൈവം അന്ന് പരിശുദ്ധം പറഞ്ഞ പോലെ നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് പ്രതികൂലങ്ങൾ അടിച്ചാലും ആ എത്തിക്കേണ്ട സ്ഥാനത്ത് തന്നെ ദൈവം എത്തിക്കും. അതെന്റെ ജീവിതത്തിന് ഒരു അനുഭവമാണ്. എല്ലാവരും പറഞ്ഞു, എല്ലാവരും നാട്ടിൽ ചെന്നു, ഡോക്ടർമാരെല്ലാവരും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴും അവരുടെ മധ്യത്തിൽ ഞാൻ എൻ്റെ പേരൻസിന്റെ മുൻപിലും അല്ലെ മറ്റുള്ളവരുടെ മുൻപിൽ ഈ വ്യക്തി മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഈ വ്യക്തി മരിച്ചു പോകും ഒരു സമയത്ത്, എന്നാൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്തെടുക്കാതെ ഒരിക്കലും ഒന്നും സംഭവിക്കുകയില്ല. ഇത്രയും വലിയ ട്യൂമർ തലയിരിക്കുമ്പോഴും 2 ആഴ്ചയിൽ കൂടുതൽ ജീവിക്കത്തുള്ളെന്ന് ഡോക്ടർമാർ വിധി എഴുതുമ്പോഴും ഞാൻ പറയും, ഇല്ല, ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പൂർത്തീകരണം വരാതെ ഒന്നും സംഭവിക്കുകയില്ല. പെട്ടെന്ന് ഇവര് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ആദ്യം കൊണ്ടുപോയി 2 ആഴ്ച അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തു. അവിടെ നിന്ന് അങ്ങനെ ബയോപ്സിക്ക് അയച്ചപ്പോൾ ഇത് 4th സ്റ്റേജ് ഓഫ് ക്യാൻസർ ആയി കഴിഞ്ഞു എന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി ഈ വ്യക്തിയെ സർജറി ചെയ്താലും യാതൊരു പ്രയോജനമില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവിടെയൊക്കെയും ദൈവം ഓരോ സന്ദർഭങ്ങളിലും ദൈവം എന്നെ ആശ്വസിപ്പിച്ചു. അനേകരുടെ നിരാശകളുള്ള വാക്കുകൾ വരുമ്പോഴും കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നോടൊരു കാര്യം ഞാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ജീവിതത്തിൽ സംഭവിച്ചിരിക്കും, അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. അന്ന് അവിടെയൊക്കെയും ദൈവം എന്നെ ബലപ്പെടുത്തി. അവസാനം എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ ഹോസ്പിറ്റലിൽ പറഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, സർജറി ചെയ്യുന്ന ഓൺ ദ സ്പോട്ടിൽ തന്നെ ഈ വ്യക്തി മരിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടറിനോടും ഞാൻ പറഞ്ഞു, ഈ വ്യക്തിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ ഉണ്ട്, ഡോക്ടർ ചെയ്യാവുന്ന ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞു, വെറുതെ നിങ്ങളുടെ പൈസ കളയാവുന്നേ ഉള്ളൂ, വ്യക്തിയെ കൊണ്ട് അവിടെ വീട്ടിൽ പോയി ഒരു 2-3 ആഴ്ചയും കൂടി ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവിടുന്ന് ഞങ്ങൾ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് കഴിഞ്ഞിട്ട് അവസാനം അബുദാബിയിൽ നിന്ന് ഒരു ഫാമിലി വിളിച്ചു പറഞ്ഞു, ഡോക്ടർ ജോർജ് ഗോബർ എന്ന് പറയുന്ന ആ ദേവദാസിന്റെ അടുത്ത് ഒന്ന് പോകും, ആ ഡോക്ടറിനെ ഒന്ന് നിങ്ങൾ പോയി കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവിടെ കടന്നുപോയി. നിങ്ങൾ ഓർക്കണം, ഈ ഓരോരോ കാര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ ആ ജീവിതത്തിന് അനുഭവിക്കുന്ന വേദനകളെ അവിടെ ജോർജ് ഗോബറിന്റെ അടുത്ത് കടന്നു ചെന്നു. ആ ഡോക്ടർ കണ്ടിട്ടും പറഞ്ഞു, എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പറഞ്ഞതിന്റെ അപ്പുറമായിട്ട് എനിക്കൊന്നും പറയാനില്ല, രോഗമെല്ലാം ക്യാൻസർ ആയി കഴിഞ്ഞു. എന്നാൽ ആ ഡോക്ടർ പെട്ടെന്ന് ഒരു വാക്ക് പറഞ്ഞു, ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. പെട്ടെന്ന് ആ വാക്ക് കേട്ടപ്പോഴത്തേന് മനസ്സിന് ഒന്നുകൂടി ധൈര്യം പകർന്നു. ഡോക്ടർ പറഞ്ഞു, ഇനിമേ ഞാനൊരു 2-3 ദിവസം ഒന്ന് പ്രാർത്ഥിക്കട്ടെ ഈ വിഷയത്തിന്മേലെ. പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവീകമാണെങ്കിൽ മാത്രമേ ഈ വ്യക്തിയുടെ തലയിൽ തൊടത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദേവദാസിനെ ഒരു 2-3 ദിവസം പറഞ്ഞു, നിങ്ങൾ ഇവിടെ അഡ്മിറ്റ് ആകാൻ. അങ്ങനെ അഡ്മിഷൻ എല്ലാം എടുത്തു. പെട്ടെന്ന് ഞങ്ങളെ അവിടെ താമസിക്കാൻ തുടങ്ങി. 3 ദിവസം കഴിഞ്ഞപ്പം ജോർജ് ഗോബർ വന്നിട്ട് പറഞ്ഞു, ഞാൻ പ്ലാൻ ചെയ്യുന്ന ഈ വ്യക്തിയെ ഒന്ന് സർജറി ചെയ്യാനായിട്ട്, ദൈവഹിത പ്രകാരം ഈ വ്യക്തിയെ സർജറി ചെയ്യാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പം ദൈവത്തിന്റെ നടത്തിപ്പുണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ ജോർജ് ഗോബർ കടന്നു വന്ന് സർജറി നടന്നു. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയിച്ചിരുന്നു ഡിസംബർ 1-ാം തീയതി ഇതിന്മേലൊരു വിടുതലുണ്ടെന്നുള്ളത്. ഈ 1-ാം തീയതി ഈ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ നിന്നൊക്കെ ഞങ്ങൾ പോയി അവിടെ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ ചെന്ന് ഈ സർജറിയുടെ ദിവസം പറഞ്ഞത് ഡിസംബർ 1-ാം തീയതിയാണ്. ഈ 1-ാം തീയതി ഡോക്ടർ ജോർജ് ഗോബർ സർജറി 13 മണിക്കൂറോളം നീണ്ടു നിന്ന് സർജറി ചെയ്തെങ്കിലും ഡോക്ടർ പറഞ്ഞു, എനിക്കൊരു ശകലമേ എടുക്കാൻ പറ്റുള്ളൂ, കാര്യം ഈ ട്യൂമർ അതുപോലെ വെയിനകത്തും എല്ലാം കയറി വല്ലാതെ
വല്ലാത്ത രീതിയിൽ കിടക്കുന്ന ഒരു രീതിയാ. പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എവിടെ തൊടുമ്പോഴും ബ്ലീഡ് ചെയ്യുക. അങ്ങനെ പല ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു വലിയൊരു ട്യൂമറാ. അതുകൊണ്ട് ഡോക്ടർ ജോർജ് ഓവർ പറഞ്ഞു, എന്നെയും കൊണ്ട് ചെയ്യാവുന്ന കാര്യം മാത്രം ഞാൻ ചെയ്തു, ബാക്കി ദൈവത്തിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാക്കിയുള്ള ട്യൂമർ കംപ്ലീറ്റും തലയിൽ അങ്ങനെ വെച്ച് ആ വ്യക്തി ക്ലോസ് ചെയ്യുമായിരുന്നു. കാര്യം ഡോക്ടർ ജോർജ് ഗോവറിനെ മുന്നോട്ട് അതിന് സർജറി ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും പറഞ്ഞ് അവസാനം ഈ തിരിച്ച് ഞങ്ങൾ ആ സമയങ്ങളൊക്കെയും ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ ഈ സർജറിയുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് ചിലപ്പം ജോർജ് ഗോവർ പറഞ്ഞത് ഒരു സൈഡ് ചിലപ്പം പാരലൈസ് ആയിട്ട് പോകും. അങ്ങനെ പല സൈഡ് എഫക്റ്റുകൾ പറഞ്ഞെങ്കിലും ദൈവം ഒന്നും വരുത്താതെ സർജറി സക്സസ് ആയിട്ട് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ തിരിച്ചു വന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനി ഒരിടത്തും പോകരുത്, ഭവനത്തിൽ വീട്ടിൽ തന്നെ കഴിയണം. കാര്യം എപ്പോഴും ഈ ട്യൂമർ ക്രിട്ടിക്കലായിട്ട് പിന്നെയും ഇരിപ്പുണ്ട്, അതുകൊണ്ട് എന്തു സംഭവിക്കാമെന്നൊക്കെയും പറഞ്ഞെടുത്ത് ദൈവം അനേക രാജ്യങ്ങളിൽ നിന്നെ അയക്കാമെന്നുള്ളൊരു വാഗ്ദത്തം ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും വാക്ക് പറഞ്ഞാൽ ദൈവം മാറിപ്പോകില്ല. നമ്മൾ പലപ്പോഴും മാറിപ്പോകും. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകുകയില്ലെന്നുള്ളത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അവസാനം ഈ സർജറി എല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ബയോപ്സിയുടെ റിസൾട്ട് കടന്നു വന്നു, ഒരു ക്യാൻസർ എന്നുള്ള അത് എന്നേക്കുമായിട്ട് മാറി ഒരു നോർമൽ ട്യൂമറാ. അതിനു മുമ്പ് എല്ലാം ക്യാൻസർ എന്ന് പറഞ്ഞെടുത്ത് ദൈവം ആ ക്യാൻസറിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. ജോർജ് ഓവർ പറയുന്നത് ആ സർജറി ചെയ്യുമ്പോൾ തന്നെ പുള്ളി അതിന്മേലുള്ള അത്ഭുതം കണ്ടു എന്നാണ് പറയുന്നത്. ട്യൂമറിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നതായിട്ട് പുള്ളിക്ക് കാണാനിടയായെന്ന് പറയുന്നു. അങ്ങനെ ദൈവം 3-ാം ദിവസം ഒരു അത്ഭുതം എന്ന് പറയത്തക്ക രീതിയിൽ ദൈവം ആ ക്യാൻസറിനെ ദൈവം മാറ്റി തന്നു. എന്നാൽ സ്റ്റിൽ ട്യൂമർ തലയ്ക്കകത്തുണ്ട്. എന്നാലും ദൈവം വാഗ്ദത്തങ്ങൾ അനേകം മുൻപിൽ അറിയിച്ചിട്ടുള്ളത് കൊണ്ട് അതിനുശേഷം ഞങ്ങൾ അബുദാബി കടന്നു വരികയും അബുദാബി കടന്നു വന്ന് 6 മാസത്തോളം ദൈവത്തോട് ആലോചന ചോദിച്ച് ജോലി ചെയ്തു. 6 മാസം കഴിയാറായപ്പോഴത്തേനും ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ദൈവദാസനെ അയച്ചു. ആ ദൈവദാസൻ ഇപ്പം കാനഡയിലുണ്ട്. പാസ്റ്റർ ടിജോ മാത്യു എന്നാണ് ആ പാസ്റ്ററിന്റെ പേര്. ആ ദൈവദാസന് ആ സമയം അബുദാബിയിൽ ഒരു വിസിറ്റിന് വന്നതാ. പുള്ളിക്ക് നമ്മളെ ഒന്നും അറിയത്തില്ല. എന്നാൽ ആ ദൈവദാസന് അവിടെ കടയിൽ ഏതാണ്ട് സാധനം വാങ്ങിക്കാനായിട്ട് വന്നപ്പോൾ പുള്ളിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇന്ന ഫ്ലാറ്റിൽ ഇന്ന നമ്പറിലുള്ള ആ ഭവനത്തിൽ ചെന്ന് ദൈവത്തിന്റെ ആലോചന അറിയിക്കണമെന്ന്. അങ്ങനെ ഈ ദൈവദാസൻ കൂടെ വന്ന ആളിനോട് പറഞ്ഞു, എനിക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു, ഇന്ന ഫ്ലാറ്റിൽ ഇന്ന നമ്പറിലുള്ള ആ കുടുംബത്തിൽ ചെല്ലണമെന്ന്. അപ്പം കൂടെ വന്ന ആൾ ചോദിച്ചു, പാസ്റ്റർ ഇതൊന്നാമത് അബുദാബിയാ, അത് അറബികളുടെ വീടാണോ മലയാളികളുടെ വീടാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പാസ്റ്റർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞെങ്കിൽ അതിന് തെറ്റ് പറ്റുകയില്ല, ഞാൻ പറഞ്ഞ ഈ നമ്പറിൽ എന്നെ കൊണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ ദൈവദാസനും ആ കൂടെ വന്ന ആളും ഒന്നും അറിയത്തില്ല. അവര് വീട്ടിൽ വന്നു, ഇങ്ങനെ ബെല്ലടിച്ച് കഥ തുറന്നപ്പോൾ ഒരു ദൈവദാസൻ അന്നേരം പറഞ്ഞു, എന്നോട് നിങ്ങളോട് ദൂത് പറയാനായിട്ട് ദൈവം എന്നെ അയച്ചതാന്ന് പറഞ്ഞ് ആ ദൈവദാസൻ നമ്മുടെ വീട്ടിൽ വന്നു. ആ കൂടെ വന്ന ആളിനോട് പറഞ്ഞു, ഓക്കെ ഇത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം, അന്നേരം എന്നെ വന്ന് പിക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആ ദൈവദാസൻ അന്ന് ആ ഭവനത്തിൽ കടന്നു വന്ന് ദൈവത്തിന്റെ ആലോചന ശക്തമായിട്ടും അറിയിച്ചു. ആ ദൈവദാസനെ ഞങ്ങൾ കണ്ടിട്ടുള്ളതല്ല, ആ ദൈവദാസന് ഞങ്ങളെ ഒട്ടും അറിയത്തില്ല. എന്നാൽ ആ ദൈവദാസൻ കടന്നു വന്നിട്ട് ആലോചന 1.5 മണിക്കൂറുള്ള ദൂത് പറയുന്നത്, ആദ്യത്തെ ദൂത് ഇതായിരുന്നു, നിന്നെ ഒരു ക്രെയിൻ പൊക്കിയെടുക്കുന്നത് പോലെ മരണക്കുഴിയിൽ നിന്ന് ദൈവം, ആ ക്രെയിൻ പൊക്കിയെടുക്കുന്ന പോലെ ആ മരണത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ചു, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാന്. എന്നിട്ട് ഇടത്തെ കണ്ണിന് സഹിക്കാൻ അന്ന് കാഴ്ച ഇല്ലായിരുന്നു, പക്ഷെ അത് ആർക്കും അറിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി, നിന്റെ ഇടത്തെ കണ്ണിന് കാഴ്ചയില്ല, എന്നാൽ ദൈവം വലത്തെ കണ്ണിന്റെ കാഴ്ചയും കൂടി നഷ്ടപ്പെടുന്നതിന് മുമ്പ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാന്. അതുപോലെ ദൈവം ആലോചന അറിയിച്ച് നിന്നെ പാശ്ചാത്യ രാജ്യത്ത് അയച്ച് നിന്നെ ഇംഗ്ലീഷിൽ വചനം പഠിപ്പിക്കും. ഇത് അസാധ്യമെന്ന് നിങ്ങൾക്ക് തോന്നും. ആ സമയം നമുക്ക് ഒരു ഭാഗത്തൂടി കടഭാരം, ഒരു ഭാഗത്തൂടി സഹിച്ചേണ്ട തലയ്ക്കകത്ത് ട്യൂമർ, അബുദാബിയിൽ നിന്ന് എങ്ങനെ അമേരിക്ക എന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ, അമേരിക്ക പോയിട്ട് നാട്ടിൽ പോലും പോകാനുള്ള സാഹചര്യമല്ല. എന്നാൽ ഈ ദേവദാസൻ പറഞ്ഞു, നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങളെ ദൈവം നിറവേറ്റും.
ആ ആലോചന ഓരോന്നോരോന്നായിട്ട് 1.5 മണിക്കൂർ ആ ദേവദാസൻ നമ്മളോട് ഇവിടെ ഇപ്പോൾ ഓരോന്നും സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആ സമയം ദൈവത്തിന്റെ ആലോചന അറിയിച്ചു. ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതമായിട്ട് തോന്നും, ദൈവമേ ഇതെങ്ങനെ സംഭവിക്കും. എന്നാൽ ആ ദേവദാസൻ പറഞ്ഞു, ഒന്നും സംശയിക്കേണ്ട, ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം. പ്രിയ രായ്ച്ചാൻ അറിയാം, ബോസ്റ്റണിലെ ആ ബൈബിൾ കോളേജ്, അവിടെ ആ ബൈബിൾ കോളേജ് രായ്ച്ചാൻ അറിയാം. ഈ ദേവദാസൻ ആ ബൈബിൾ കോളേജിന്റെ ആ ബിൽഡിങ്ങിന്റെ ഫുൾ ഡീറ്റെയിൽ പുള്ളിക്കാരൻ ദൈവാലോചനയില്, നിങ്ങളൊന്ന് ഓർക്കണം, നാട്ടിലുള്ള ഒരു വ്യക്തി അമേരിക്കയിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ അതേ കാര്യങ്ങൾ ദൈവാലോചന പറയണമെങ്കിൽ ദൈവം അതുപോലെ കൺഫർമേഷൻ കൊടുത്തിട്ടാണ് ആലോചന പറയുന്നത്. ആ ബൈബിൾ കോളേജ് അതുപോലെ ആ ദേവദാസനെ ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞു, അവിടെ വിട്ട് നിന്നെ വചനം പഠിപ്പിക്കും. നിങ്ങൾക്കറിയാമല്ലോ, സഹിക്കാൻ വെറും 10ാം ക്ലാസ് പഠിച്ച ഒരു വ്യക്തിയാ, 11, 12 പഠിച്ചിട്ടില്ല കോളേജ്. രായ്ച്ചാൻ അറിയാം, പുള്ളി ഇങ്ങനെ ഉഴപ്പി പഠിത്തത്തിലൊക്കെ ഉഴപ്പി തല്ലി നടന്ന ഒരു വ്യക്തിയാ. 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു വ്യക്തിയാ, 11, 12 പഠിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ അമേരിക്കയിൽ ഒരു പഠിക്കാൻ വരണമെങ്കിൽ നമുക്ക് ടോഫൽ വേണം. ഇന്ത്യയിൽ അവിടെ അബുദാബിയിൽ നിന്ന് വരണമെങ്കിലോ ഇന്ത്യയിൽ നിന്ന് വരണമെങ്കിലോ എല്ലാവർക്കും അറിയാം നമുക്ക് ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് വേണം. അതുപോലെ 11, 12 നമ്മൾ പാസ്സാകണം അഡ്മിഷൻ കിട്ടണമെങ്കിൽ, ഏതൊരു കാര്യത്തിന് ഇവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിലും. എന്നാൽ ഈ ദേവദാസൻ പറഞ്ഞു, ദൈവം നിങ്ങളെ അയച്ച് ദൈവം പഠിപ്പിക്കും, നിങ്ങൾക്ക് അത്ഭുതകരമാകുന്ന രീതി ദൈവം നിങ്ങൾക്ക് വഴികളെ ഒരുക്കും. അപ്പം പെട്ടെന്ന് സഹിക്കാൻ ചോദിച്ചു, പാസ്റ്ററെ ഇവിടെ തന്നെ നമുക്ക് എങ്ങനെയാന്ന് പറ്റുന്നില്ല, അപ്പോൾ അമേരിക്കയിൽ പോയി പഠിക്കുന്ന കാര്യം. ഉടനെ ആ ദേവദാസൻ പറഞ്ഞു, ദൈവം ഒരു വാക്തത്വം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അതിനെ ചോദ്യം ചെയ്യരുത്, നീ ധൈര്യത്തോടെ ഇറങ്ങാനാ പറഞ്ഞത്, വിശ്വാസത്താൽ ഇറങ്ങാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, കർത്താവെ നീ ആലോചന അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, അത് സംഭവിച്ചിരിക്കും. ഞാൻ പെട്ടെന്ന് സൈജാനോട് പറഞ്ഞു, അതിനുള്ള പേപ്പർ വർക്ക് എല്ലാം ചെയ്യും. അപ്പൊ സൈജാൻ എന്നോട് പറഞ്ഞു, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ, എന്ന് വെച്ചാൽ കടഭാരം ഒരു വഴിക്ക് കിടക്കുന്നു, തലയ്ക്കകത്ത് ട്യൂമർ കിടക്കുന്നു, പഠിത്തം എനിക്കില്ല, വെറും 10ാം ക്ലാസ് പഠിച്ച ഞാന് അമേരിക്കയിൽ പോയി പഠിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ദൃഷ്ടിയിലെ മാനുഷികമായ ചിന്ത നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നാൽ എൻ്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. നമ്മളെ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം. പെട്ടെന്ന് ഈ ദേവദാസൻ പറഞ്ഞു, ഒറ്റ ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാനുള്ള വഴികളെ ദൈവം ഒരുക്കും. ഈ ദേവദാസൻ ഈ ദൂത് കറക്റ്റ് അങ്ങ് പറയുകയും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ ഈ കോളേജിൽ നിന്ന് നമ്മുടെ വിസ വരുന്നു, ആ കടഭാരങ്ങളെല്ലാം മാറുന്നു. അത്ഭുതകരമായ രീതിയിൽ ദൈവം ഈ 11, 12 ടോഫലോ ഒന്നും അവർ നോക്കിയില്ല. ആ സമയം സ്റ്റുഡന്റ് വിസ കിട്ടി ഞങ്ങൾ കുടുംബമായിട്ട് അമേരിക്കയിൽ വന്ന് ദൈവം അവിടെ കൊണ്ടുവന്നു. എന്നാൽ രായ്ച്ചാൻ അറിയാം, ആ കോളേജിൽ പഠിക്കുമ്പോൾ ഫീസ് ഞങ്ങൾ ഫുള്ളായിട്ട് കൊടുത്താ പഠിച്ചത്. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് ദൈവം വഴികളെ ഒരുക്കി. 2 പേർക്കും ജോലിയില്ല, അമേരിക്ക വരുക, ജോലിയില്ല, പൈസ കൊടുക്കാനില്ല ഫീസ്. എന്നാൽ ദൈവം അത്ഭുതകരമായ രീതിയിൽ വഴികളെ തുറന്ന് അവരെ ഇടയ്ക്ക് സൈജാനോട് ചോദിച്ചു, നിന്റെ ഹൈസ്കൂളിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ. എന്തോ അവർക്ക് ഇത് തോന്നിയിട്ട് അവർ ചോദിച്ചു, നിന്റെ ഹൈസ്കൂളിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ സൈജാൻ ഈ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് അവരെ കൊണ്ട് കൊടുത്തു. അവരത് കണ്ടിട്ട് അവരൊന്നും നോക്കിയില്ല, അവർ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഓക്കെ ഇത് ഞങ്ങൾക്ക് മതി. പക്ഷേ ദൈവം അത്ഭുതം പ്രവർത്തിച്ചത് അവർക്ക് അത് കണ്ടുപിടിക്കാൻ 11, 12 ഇല്ലെന്നോ അല്ലെ ടോഫൽ ഇല്ലെന്നോ ഒക്കെയും കണ്ടുപിടിക്കാം. പക്ഷെ ദൈവം ഒരാൾക്ക് വേണ്ടി ഒരു വഴി തുറന്നാല് അതിനെ അടപ്പാൻ ഒരു ശക്തിക്കും കഴിയില്ല. അങ്ങനെ ഞങ്ങൾ 98 ഇവിടെ പഠിക്കാൻ വന്നു. അന്നേരം തലയ്ക്കകത്ത് ട്യൂമറുണ്ട്. സൈജാൻ ഇവിടെ നമുക്ക് ഇൻഷുറൻസ് ഇല്ല, ഒരു കാര്യങ്ങളുമില്ല. എനിക്കറിയാം സൈജാന്റെ തലയ്ക്കകത്ത് ട്യൂമറുണ്ട്. എന്നാൽ ദൈവമേ, ഞാൻ ആ സമയം ബോസ്റ്റണിലായിരിക്കുമ്പോൾ 21 ദിവസം ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ ഈ ട്യൂമറിന് പരിപൂർണമായിട്ടൊരു വിടുതൽ ദൈവം തരണം. ഇവിടെ ഇൻഷുറൻസ് ഇല്ല, ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. എന്നാൽ ദൈവം ഒരു അത്ഭുതകരമായിട്ട് 21 ദിവസം ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവസാന ദിവസം ദൈവം എന്നെ ഒരു കാഴ്ച കാണിച്ചു. ഈ ട്യൂമർ കംപ്ലീറ്റും തലേന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥ പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ഈ ട്യൂമർ കംപ്ലീറ്റും കർത്താവ് അത് തുടച്ചു മാറ്റുന്ന ഒരു കാഴ്ച എന്നെ കാണിച്ചു. എന്നാലും ഞാൻ അത് പൂർണ്ണമായിട്ട് കർത്താവെ എനിക്കൊരു അടയാളമായിട്ട് അത് തരണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 2020
2000 ഇതുപോലെ ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ന്യൂയോർക്കിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ കോളേജിലോട്ട് വരുന്ന വഴിക്ക് കണക്റ്റിക്കട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫാമിലി നമ്മളെ ഒരു പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ അവിടെ കടന്നു ചെന്ന് അന്ന് അവിടെ വചനം സൂക്ഷിച്ചത് നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും അറിയാവുന്ന ഒരു ദേവദാസനായിരിക്കും. അന്നത്തെ സമയത്ത് കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ച പാസ്റ്റർ ലിജു പണിക്കർ എന്നാ പാസ്റ്ററിന്റെ പേര്. ഡാളസിലുണ്ടായിരുന്നു ലിജു പണിക്കർ പാസ്റ്റർ അന്ന് ആ മീറ്റിങ്ങിനുണ്ടായിരുന്നു. ആ മീറ്റിംഗ് വെച്ച് ആ ദേവദാസൻ വചനത്തിൽ പ്രസംഗിച്ചത് ഇങ്ങനെ രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ ദൈവം സൗഖ്യം അയച്ചു എന്ന് പറഞ്ഞ മെസ്സേജ് കംപ്ലീറ്റ് തീർത്തില്ല. മെസ്സേജ് തുടങ്ങി പെട്ടെന്ന് സൈജന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് പുള്ളി പറഞ്ഞു, ഇന്ന് രാത്രി നിന്റെ തലയിലുള്ള ട്യൂമറിന് പരിപൂർണ സൗഖ്യം വരാൻ പോവാന്ന് പറഞ്ഞു. പെട്ടെന്ന് അവിടെ ഉള്ളവരെല്ലാം ആത്മാവിൽ ആരാധിച്ചു. സൈജാനും ആത്മാവിൽ ആരാധിച്ച് ഭയങ്കര ഒരു ആരാധന അവിടെ നടന്നു. ആത്മാവിൽ ആരാധിച്ച് ഞങ്ങൾ തിരിച്ച് റോഡൈലിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് മൂക്കിൽ നിന്ന് ഇങ്ങനെ ഈ ബീഫ് പോലെ ഇങ്ങനെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ദശ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് ആദ്യം ഭയന്നു, കർത്താവെ ഇൻഷുറൻസ് ഇല്ല, ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റത്തില്ല, ഇതെന്തോ. ഞാൻ പെട്ടെന്ന് സൈജാനോട് പറഞ്ഞു, ദൈവം 21ാമത്തെ ദിവസം കാണിച്ച ഒരു ആലോചനയുണ്ട്, ഇതിനെ ദൈവം കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ നീക്കം ചെയ്യുമെന്നുള്ളത്. അത് സംഭവിക്കുക, ഒന്നും പേടിക്കേണ്ട. അത് കുറേ ദിവസം ഇങ്ങനെ ദശ ഇങ്ങനെ പോയി. അതിനുശേഷം സൈജാന്റെ മൂക്കിൽ കൂടി ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് എല്ലാ ദിവസവും ഇങ്ങനെ ഫ്ലൂയിഡ് ലീക്ക് ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ പഠിത്തം തുടർന്നു. ഈ സമയങ്ങളിലൊക്കെയും ദൈവം അത്ഭുതകരമാകുന്ന രീതിയിലെ വഴികളെ തുറന്നു. ഒരു വർഷത്തോളം $10,000 ആയിരുന്നു ഞങ്ങൾക്ക് ഫീസ് കൊടുക്കേണ്ടിയ കോളേജില്. ഈ $10,000 ജോലി ഇല്ലാതെ ദൈവം അത്ഭുതകരമായിട്ട് എല്ലാ ഫീസുകളും ഒരു പൈസ പോലും മുടങ്ങാതെ കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ ഫീസ് തന്നു, ഞങ്ങളുടെ കാര്യങ്ങളെ എല്ലാം ദൈവം സാധിപ്പിച്ചു തന്നു. എപ്പോഴും പൈസയ്ക്ക് ബുദ്ധിമുട്ടുമ്പോൾ അപ്പോഴൊക്കെയും ദൈവം അത്ഭുതകരമായ രീതി വഴികളെ തുറന്നു. ഇതിനിടയ്ക്ക് ഒരു അത്ഭുതം നടന്ന ഒരു സാക്ഷി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. റോഡൈലിൽ വെച്ച് അവിടെ അധികം ഞങ്ങൾ താമസിക്കുന്നിടത്ത് മലയാളികളൊന്നും അധികം ഇല്ലാത്തൊരു ഏരിയയാ. ആ ഏരിയയില് ഒരു ദിവസം രാത്രി ഒരു തിങ്കളാഴ്ചയാന്ന് തോന്നുന്നു നമുക്കൊരു $300 ഫീസ് കൊടുക്കണമായിരുന്നു. ആ സമയം പൈസ കയ്യിലില്ല. പിറ്റേ ദിവസം രാവിലെ $300 കൊടുക്കണമാ. സൺഡേ വൈകിട്ട് ഞങ്ങൾ ഇതുപോലെ പ്രാർത്ഥിച്ചു, ദൈവമേ $300 കൊടുക്കണം, എങ്ങനെ അത് കൊടുക്കുന്നതെന്ന് ഭാരപ്പെട്ടു. എന്നാൽ അന്ന് രാത്രിയില് വളരെ വിഷമിച്ച് കിടന്ന ഒരു വെളുപ്പിനെ 3 മണിയായപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് കർത്താവെ $300 രാവിലെ കൊടുക്കണം, അവിടെ ആരും അറിയുന്നവരില്ല കോളേജില്. ഇങ്ങനെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ച് വെളുപ്പിന് ഞാനിങ്ങനെ ചായ എടുക്കാനായിട്ട് അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു കവർ അവിടെ കിടക്കുന്നു. ആ റൂമില് ആരും കൊണ്ടിടാനോ അവിടെ ഒരു മനുഷ്യരെ ഞങ്ങൾക്ക് അറിയത്തില്ല. ആ കവർ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു $300 ക്യാഷ്. അത് ഇപ്പോഴും അറിയത്തില്ല അത് എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് സൈജാന്റെ പേര് മാത്രം എഴുതിയിട്ടുണ്ട്, മാത്യൂസ് ജോൺ. ഒരു എൻവലപ്പ്, പുതിയൊരു എൻവലപ്പ്. അതിനകത്ത് $300 ഒരു ക്യാഷ്. കർത്താവെ, അത് ഭയങ്കര ഒരു മിറക്കിളായിട്ടാണ് ദൈവം ഞങ്ങൾക്ക് അത് തന്നത്. ഞാൻ ആ കവർ ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ കർത്താവ് തന്നെ അത് തന്നെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവം നമ്മുടെ ആവശ്യങ്ങളെ നടത്തുവാൻ ദൈവശക്തനെന്നറിയാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഓരോ സന്ദർഭങ്ങളിലും പണപരമായിട്ട് ബുദ്ധിമുട്ടുമ്പോൾ കാര്യങ്ങളെല്ലാം ദൈവം സാധിപ്പിച്ച് അവസാനം സിയാൽ വാഷിംഗ്ടണിൽ വെച്ച് പഠനം തീരുന്നു. കാര്യം ഈ ദേവദാസൻ ആലോചന അറിയിച്ചു, 3ാമത്തെ കോളേജിൽ നിന്ന് നീ ഗ്രാജുവേറ്റ് ചെയ്യുമെന്നുള്ളൊരു ദൂതുണ്ടായിരുന്നു. ആ കോളേജിൽ നിന്ന് നീ ഗ്രാജുവേറ്റ് ചെയ്യുന്നതിനോട് കൂടെ നിനക്ക് ഇവിടെ നിൽക്കുവാനുള്ള കാര്യങ്ങളെയും ദൈവം ക്രമീകരിക്കും എന്നുള്ളൊരു ആലോചനയുണ്ട്. അവസാനം സിയാലിലാണ് ഞങ്ങൾ അവസാനം പോയത്. ആ ബൈബിൾ കോളേജിൽ നിന്ന് 2006 ഗ്രാജുവേഷൻ കഴിഞ്ഞു. ദൈവം ഇവിടുത്തെ ഡിഗ്രി കൊടുക്കുവാൻ ദൈവം ഇടയാക്കി. ഒന്നും അറിയാതെ വന്ന ഒരു വ്യക്തി ജീവിതത്തെ ദൈവം പഠിപ്പിച്ചെടുത്ത് ഈ സമയങ്ങളിലൊക്കെയും അനേക കാര്യങ്ങളിലൂടെയൊക്കെയും കടന്നു പോയെങ്കിലും നമുക്ക് ആശ്രയിപ്പാൻ ദൈവമല്ലാതെ വേറെ ആരുമില്ല. എന്ത് വിഷയം വന്നാലും ദൈവസ്ഥാനത്തെ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അത്ഭുതകരമായ രീതിയിൽ കർത്താവ് വഴികളെ ഒരുക്കും. അതിനുശേഷം 2006 ഇതുപോലെ കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞു. ദൈവമേ, എല്ലാം കഴിഞ്ഞല്ലോ എന്നോർത്ത് ഇരിക്കുമ്പോൾ 2006 അവിടുത്തെ ചർച്ചുകാർ തീരുമാനിച്ചു,
ഞങ്ങൾക്ക് അവിടുത്തെ റിലീജിയസ് വിസ തന്ന, ഗ്രീൻ കാർഡ് എല്ലാം ദൈവത്തിന്റെ വഴികളാ. റിലീജിയസ് വിസ തരാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അങ്ങനെ ചർച്ചിൽ നിന്ന് പേപ്പർ എല്ലാം കിട്ടി. അവസാനം പേപ്പറെല്ലാം ഇമിഗ്രേഷനിൽ അയച്ചു കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് സഹിച്ചാന് പെട്ടെന്നൊരു പനി പോലെ വന്നു, തലവേദന പോലെ വന്നു. പെട്ടെന്ന് ആള് അൺകോൺഷ്യസ് ആയി. പെട്ടെന്ന് എമർജൻസി അവരെ 911 വിളിച്ചു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആള് 2 ആഴ്ചയോളം വെന്റിലേറ്ററെ കിടന്നു. പെട്ടെന്ന് ഇത് കണ്ടുപിടിച്ചു, ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. കഷ്ടത ജീവിതത്തിലെ ഓരോന്ന് മാറി. ഈ സമയങ്ങളിലൊക്കെയും ചിന്തിക്കണം, ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ ഇതെല്ലാ കാര്യങ്ങളിലും നിൽക്കുക. വേറെ ഒന്നും ഇവിടുത്തെ ഗ്രീൻ കാർഡ് പോലും ആയിട്ടില്ല. ഈ സമയം സ്റ്റുഡന്റ് വിസയായി നിൽക്കുന്ന സന്ദർഭങ്ങള് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, ആൾ അബോധാവസ്ഥയിലായിപ്പോയി, കോമ സ്റ്റേജിലായിപ്പോയി. സിയാലിലായിരിക്കുമ്പോൾ ദൈവമേ എന്തുവാ ഇത് കഷ്ടതയെന്ന് പറഞ്ഞാൽ മാറി മാറി ഒന്ന് മാറുമ്പോൾ അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ആ സമയങ്ങളിൽ 2 ആഴ്ചയോളം കോമയിലായി. ഡോക്ടർമാർ പറഞ്ഞു ഈ വ്യക്തി ഇനി തിരിച്ചു വരികയില്ല, ഈ വ്യക്തിക്ക് ഇനി ബോധം വരികയില്ല. കാര്യം പുള്ളി ശ്വാസം നിർത്തിയിട്ട് ഒരു 10 മിനിറ്റിന് മേളിലൊക്കെ ആയപ്പോഴത്തേന് ബ്രെയിൻ ഡെഡായി. ഇങ്ങനെയൊക്കെയും പല വിധത്തിലുള്ള കാര്യങ്ങൾ കടന്നു വന്നു. ഞാനിത് പറയുമ്പോൾ വളരെ പെട്ടെന്ന് എനിക്കിപ്പം പറയാൻ പറ്റും. പക്ഷേ ആ സന്ദർഭത്തിലൊക്കെയും കടന്നു പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ആ സമയങ്ങളിൽ കടന്നു പോകുന്നത് പെട്ടെന്ന് ഈ 2 ആഴ്ചയോളം അവർ പറഞ്ഞു വെന്റിലേറ്ററിൽ നിന്ന് ഇവർക്ക് മാറ്റണം. കാര്യം ഒന്നാമത് ഇൻഷുറൻസ് ഇല്ല നമുക്ക്. അവസാനം അവർ പറഞ്ഞു 2 കാര്യം ഡിസിഷൻ എടുക്കാം. ഒന്നെങ്കിൽ DNR ആക്കുക, അല്ലെങ്കിൽ അവർ പറഞ്ഞു തൊണ്ട കിഴിച്ചിട്ട് വെന്റിലേറ്റർ ഇടണം. ഇങ്ങനെ 2 ഓപ്ഷൻ എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്ക് ആ സമയങ്ങളിലൊക്കെയും എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടില്ല. എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു കാര്യങ്ങളും അറിയത്തില്ല. ഒരു ഡിസിഷൻ എടുക്കാൻ എൻ്റെ കൂട്ടത്തിൽ ആരുമില്ല. എൻ്റെ പേരൻസോ സൈജാന്റെ പേരൻസോ എല്ലാം നാട്ടില. മോനന്ന് 9 വയസ്സേ ഉള്ളൂ. എന്നാൽ കർത്താവെ എന്ത് ചെയ്യണം, എനിക്കൊന്നും അറിയത്തില്ല. ദൈവമേ എനിക്കിതിനൊരു ഗൈഡൻസ് തരണേ എന്ന് കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിച്ചു. ദൈവമേ ആ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ എല്ലാം കർത്താവെ മുന്നോട്ട് നോക്കിയാൽ ഒന്നുമില്ല, വഴിയില്ല, എല്ലാം അസ്തമിച്ചു, ഇനി ഒന്നുമില്ല. ഈ അബോധാവസ്ഥയിലായിരിക്കുന്ന വ്യക്തി മുന്നോട്ട് എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകും, എടുക്കും, എന്ത് ഡിസിഷൻ ഞാൻ എടുക്കണം? ഞാൻ 1-2 പേരെ നമ്മുടെ കസിൻസിനെ വിളിച്ച് ചോദിച്ചു എന്തോ ഞാൻ ഡിസിഷൻ എടുക്കേണ്ടത്. അവർ പറഞ്ഞു മിനിമാമേ ഇതിനകത്ത് ഡിസിഷൻ എടുക്കേണ്ടത്, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇതിനകത്ത്. ആ സമയങ്ങളിലൊക്കെയും കർത്താവെ ദൈവമേ എനിക്കറിയത്തില്ല കർത്താവെ എങ്ങനെ അത് മുന്നോട്ട് നീങ്ങും. ദൈവമേ എനിക്കിതിനൊരു ഗൈഡൻസ് തരണം എന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചു. 2 ആഴ്ചയോളായപ്പോൾ ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞു ഈ ഡിസിഷൻ ഇത് പറയണം. ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് 1 മണിക്കൂർ എനിക്കൊന്ന് ഡിസിഷന് തിങ്ക് ചെയ്യാനുള്ള ഒരു സമയം തരാമോ എന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് ഞാൻ ഇവരെ എല്ലാം വിളിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു മിനിമം ഡിസിഷൻ എടുക്കെന്ന് പറഞ്ഞു. പക്ഷെ എന്തോ എനിക്കറിയത്തില്ല എന്തോ ചെയ്യണമെന്നുള്ളത്. ഞാൻ ആ വിസിറ്റിംഗ് റൂമിൽ അവിടെ പോയി കർത്താവിന്റെ സന്നിധി, ദൈവമേ എനിക്കിതിനൊരു മറുപടി, കർത്താവ് ഞാൻ എന്ത് ഡോക്ടറോട് പറയും, എനിക്കറിയത്തില്ല. ഈ വ്യക്തി DNR ആയ ഈ വ്യക്തി മരിച്ചു പോകും, ഇല്ല എങ്കിൽ എന്തെല്ലാം അവസ്ഥയിൽ കൂടി ഇനി പോകും, ഇൻഷുറൻസ് ഇല്ല, വിസയുടെ കാര്യം റെഡി ആയിട്ടില്ല, എങ്ങനെ നാട്ടിൽ പോകും, 9 വയസ്സുള്ള ഒരു മോനുണ്ട് കയ്യില്, പണപരമായിട്ടുള്ള കാര്യങ്ങളില്ല ജീവിതത്തില്, എന്തുവാ ചെയ്യണമെന്ന് ഭാരപ്പെട്ടു. എന്നാൽ ആ വിസിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സഹിക്കാൻ അതിന്റെ മെയിൻ ആള്. ഈ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പല പല കാര്യം. എന്നാൽ ദൈവത്തിന്റെ വാക്തത്വമുണ്ട്, നിന്നെ ഇവിടെ ഉറപ്പിക്കുമെന്നുള്ള വാക്തത്വമുണ്ട്. എന്നാൽ ആ വാക്തത്വത്തെ മുറുകെ പിടിച്ച് അടിയൻ പ്രാർത്ഥിച്ചു, കർത്താവെ ദൈവമേ നിന്റെ ഹിതത്തിനായിട്ട് അടിയങ്ങളെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പ്രാർത്ഥിച്ചു. അവസാനം ആ വിസിറ്റിംഗ് റൂമിൽ ഇരുന്ന് ഞാൻ ദൈവസന്നിധിയെ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, 2 അത്ഭുതം നീ ഇന്ന് രാത്രി കാണും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു, 2 അത്ഭുതം നീ ഇന്ന് രാത്രി കാണും. ഞാൻ പെട്ടെന്ന് അവിടെ അങ്ങും ആരുമില്ല, ഒരു വ്യക്തികളുമില്ല. എന്നാൽ ദൈവത്തിന്റെ വലിയ ദൈവ ശബ്ദം കേൾക്കുവാൻ ഇടയായി, 2 അത്ഭുതം ഇന്ന് നടക്കുന്നത് കാണും. പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരികയും സൈജാന്റെ സിയാലിൽ പഠിപ്പിച്ച സൈജാന്റെ കോളേജിന്റെ ഡീൻ കടന്നു വരുന്നു. എങ്ങനെയോ സൈജാൻ അസുഖമാണെന്ന് അറിഞ്ഞുകൊണ്ടായി ഡീൻ കടന്നു വരുന്നത്. അവിടെ പെട്ടെന്ന് എന്നോട് ചോദിച്ചു, മാത്യുവിന് എന്തോ പറ്റി?
ഞാൻ പറഞ്ഞു ഇതുപോലെ 2 ആഴ്ചയായി കോമയിലായിരിക്കുന്നു, ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസാ. പെട്ടെന്ന് ഈ ദേവദാസം പറഞ്ഞു നമുക്ക് കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാം, കഴിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഈ ടീനും കൂടി ആ റൂമിൽ കടന്നു ചെന്ന് കരം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പെട്ടെന്ന് ആള് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. അന്ന് തന്നെ വെന്റിലേറ്ററിൽ നിന്ന് എടുക്കുകയും ദൈവം ഒരു അത്ഭുതം, 2 അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു. അന്ന് തന്നെ ആള് വെന്റിലേറ്ററിൽ നിന്ന് എടുത്ത് പൂർണ്ണ ബോധത്തോടെ ദൈവം തിരിച്ചു കൊണ്ടുവന്നു ആളിനെ. അതുപോലെ അന്ന് രാത്രി തന്നെ ഞങ്ങളുടെ വിസയും അപ്രൂവലായി. ഈ 2 മിറക്കിൾ അന്ന് രാത്രി തന്നെ ദൈവം ചെയ്തെടുത്തു. അങ്ങനെ ഞാൻ പറയുമായിരുന്നു, ദൈവം ഓരോ സന്ദർഭങ്ങളിലും ദൈവത്തിന്റെ കരം അടിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചു. ഞാൻ കഷ്ടതയുടെ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ കഷ്ടതയുടെ നടുവിൽ കൂടി നീ കടന്നാലും, ഇപ്പോൾ പറയുമ്പോൾ എളുപ്പമാണ്, എന്നാൽ ഒരു കഷ്ടതയിൽ കൂടി നടുവിൽ കൂടി നടക്കുമ്പോൾ നീ എന്നെ ജീവിപ്പിക്കും. ഹല്ലേലൂയ. ഇവിടെ ഈ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും കഷ്ടതയിൽ കൂടി കടന്നു പോയിട്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളെ ഒരിക്കലും കഷ്ടതയിൽ കൂടി കടന്നവൻ, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. ഇന്നും ആ വ്യക്തി ജീവനോടെ ആയിരിക്കുന്നു. 23 വർഷമായി ലോകം വിധി എഴുതി 2 ആഴ്ച ജീവിക്കുമെന്ന്. എന്നാൽ അവിടെ മുഴുവൻ കഷ്ടതയിൽ കൂടി നിന്നെ കടത്തിവിട്ടെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചോളാം, ആ കഷ്ടത നിന്നെ ഒരിക്കലും നശിപ്പിക്കുവാനല്ല, ആ കഷ്ടതയ്ക്കുള്ളിൽ ദൈവത്തിന്റെ പ്രവർത്തനം കാണും. ഈ സാക്ഷ്യത്തിൽ കൂടി ഞാൻ പറയുന്നത്, അനേക കഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു, മാറി മാറി കഷ്ടങ്ങൾ. പലപ്പോഴും നമ്മൾ ചോദിച്ചു പോകും, കർത്താവേ ഒന്ന് കഴിഞ്ഞു അടുത്തത് കഴിഞ്ഞു, എന്നാൽ ഇതിനൊരു വിടുതലില്ലെന്ന് പലപ്പോഴും ഭാരപ്പെടും. എന്നാൽ അവിടൊക്കെയും ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ സാക്ഷ്യം. ഇന്ന് രാത്രികാലം ഈ കഷ്ടത എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ചില ശോധനയിൽ കൂടി കടന്നു പോകുമ്പോൾ മാത്രം പൊന്നുപോലെ ആയിത്തരം ദൈവം കൊണ്ടുവരണമെങ്കിൽ ചില കഷ്ടതയിൽ കൂടി നീ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഈ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒന്നും ദൈവം മാറിപ്പോകുകയില്ല. അവിടൊക്കെയും ദൈവത്തിന്റെ കരം താങ്ങുമെന്നുള്ളത് എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. ഒറ്റയ്ക്ക് തുഴഞ്ഞ അനുഭവങ്ങളാണ്. ജീവിതത്തിൽ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിൽ മുറിക്കുള്ളിൽ കടന്നു വന്ന് കരയും, കർത്താവേ നിൽക്കുവാൻ പറ്റത്തില്ല കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം വേണം കർത്താവേ, അങ്ങയുടെ കൃപയില്ലാതെ നിൽക്കുവാൻ പറ്റത്തില്ല എന്ന് ഭാരപ്പെടും. എന്നാൽ ഒരു അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്നലെ കാലം അനേക വേദനകൾ ജീവിതത്തിൽ കടന്നു വന്നു, അനേക കഷ്ടങ്ങൾ കടന്നു വന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അനേക ജീവിതങ്ങൾക്ക് ഒരു വിടുതലിന് വേണ്ടിയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആ വ്യക്തിയിൽ ഇന്ന് സഹിക്കാൻ യാതൊരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ദൈവം ഇന്നും ആ ട്യൂമറിനെ പൂർണ്ണമായിട്ട് മാറ്റി തന്നു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, ഇന്നും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. ഏത് വേദനയിലൂടെ കടന്നുപോയാലും, ഏത് കഷ്ടതയിൽ കൂടി നീ കടന്നുപോയാലും അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ദൈവ സാക്ഷ്യം ഇന്ന് രാത്രികാലം ദൈവം ഈ സാക്ഷ്യം അനേകരുടെ ജീവിതങ്ങൾക്ക് വിടുതലായി തീരുവാൻ ദൈവമേ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഈ കഷ്ടതയിൽ കൂടി എന്നെ കടത്തി വിട്ടെങ്കിൽ ദൈവത്തിന് ഇതിന്മേൽ വലിയ പ്ലാനും പദ്ധതിയും ഉള്ളതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവം അങ്ങനെ ഓരോ കഷ്ടതയിൽ കൂടി ഞാൻ കടന്നു പോയപ്പോഴും ഞാൻ ഇന്നിങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവമേ ഓരോന്നും കടന്നു വന്നത് എന്നെ പണിതെടുക്കുവാൻ വേണ്ടിയാണല്ലോ എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഈ കഷ്ടതയിൽ എല്ലായിടത്തും പിടിച്ചു നിൽക്കുവാൻ ദൈവ സാന്നിധ്യമില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പറ്റത്തില്ല. ദൈവം നമ്മളുടെ കൂടെ ഇല്ലെങ്കിൽ ഇതൊക്കെയും വരുമ്പോ നമ്മൾ തളർന്നു പോകും, നിരാശയാവും, ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകും. എന്നാൽ ദൈവമേ ഒരു വ്യക്തിയെ പണിതെടുക്കണമെങ്കിൽ ദൈവം ചില തീച്ചൂളയിൽ കൂടി കടത്തി വിടുന്നത് പൊന്നുപോലെ പുറത്തു വരത്തക്ക രീതിയിൽ ഞങ്ങളുടെ സാക്ഷ്യം ഞാൻ അവസാനം പറയാൻ ആഗ്രഹിക്കുന്നത്, ആ ദൈവദാസന് ആലോചന അറിയിച്ച പ്രകാരം എല്ലാ കാര്യങ്ങളും ദൈവം ഒരു വ്യക്തിയെ അയച്ച് ദൂത് പറഞ്ഞെങ്കിൽ അത് അതിന്റെ പൂർത്തീകരണത്തിൽ ദൈവം കൊണ്ടുവരും. 22 വർഷത്തോളമായി അമേരിക്കയിൽ വന്നു. ദൈവം എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ ഇതുപോലെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചത് ഞാൻ ഓർക്കുന്നു. കർത്താവെ എല്ലാത്തിൽ കൂടി ദൈവം കടത്തിവിടുന്ന അവിടൊക്കെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ഇറങ്ങി വരും.
ഞാൻ ഭാരപ്പെട്ട ആ ഓരോ സന്ദർഭത്തിലും ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങളാണ് ഇറങ്ങി വരുന്നത്. ഓരോ സന്ദർഭത്തിലും ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കി. എന്റെ ജീവിതത്തിൽ അങ്ങനെ അതിൽ നിന്നും പെട്ടെന്ന് അവർ കണ്ടുപിടിച്ചു. മൂക്കിക്കൂടി ഇത് CSF ഫ്ലൂയിഡ് ലീക്ക് ചെയ്യുമായിരുന്നു. വർഷങ്ങളായിട്ട് ലീക്ക് ചെയ്യുമായിരുന്നു. എന്നാൽ ഡോക്ടർമാർക്ക് പോലും അതിശയം. CSF ഫ്ലൂയിഡ് ലീക്ക് ചെയ്ത 1-2 ആഴ്ച കഴിയുമ്പോഴത്തേന് ആള് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആകും. പക്ഷെ ഈ വ്യക്തി ഒരു 5-6 വർഷം പിന്നെ എങ്ങനെ ജീവിച്ചു എന്നാണ് ഡോക്ടർമാർ ചോദിക്കുന്നത്. ദൈവം ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് കണ്ടുപിടിച്ച് പെട്ടെന്ന് ആ സമയങ്ങളിൽ ദൈവം ഓർത്തോണം. ദൈവം അന്ന് ആ ഡോക്ടർ കണ്ടുപിടിച്ചത് ഈ 3 ഹോള് തലയ്ക്കകത്ത് വന്നു. അങ്ങനെ ഈ ഫ്ലൂയിഡ് ലീക്ക് ചെയ്തു. അവർ കണ്ടുപിടിക്കുന്നത് ആ ഹോൾ എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ ഈ ട്യൂമർ പറഞ്ഞു പോകാൻ വേണ്ടി ദൈവം ആ ഹോളിനെ ഇട്ടു. എല്ലാം ദൈവം അടയാളമായിട്ട് മറ്റുള്ളവരുടെ ഡോക്ടർമാരുടെ മുൻപില് അത് അടയാളമായിട്ട് ദൈവം കാണിച്ചു കൊടുക്കും. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുമ്പോൾ ചില അടയാളങ്ങൾ ദൈവം തരും. ദൈവം ചിലതിൽ കൂടി കടത്തി വിടുമ്പോൾ എന്റെ ജീവിതത്തിൽ ഓരോന്നും കടന്നു പോയപ്പോൾ ഞാൻ ചിന്തിക്കും, കർത്താവേ ഇതെല്ലാം അനേകർക്ക് ഒരു അത്ഭുതമായി തീരത്തക്ക രീതിയിൽ കർത്താവേ നിന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ കഷ്ടത എന്റെ ജീവിതത്തിൽ കടന്നു വന്നത് നല്ലതെന്ന് ഞാൻ പറയുക. കാര്യമേ ഇപ്പോൾ ഒരു തീയിൽ കൂടി കടന്നുപോയ വ്യക്തികൾക്ക് അത് എന്ത് തീച്ചൂള കടന്നു വന്നാലും അതിനെ തരണം ചെയ്യുവാനുള്ള ഒരു കൃപ ദൈവം തരും. ഹല്ലേലൂയ. ഇന്ന് എന്റെ ജീവിതത്തിലെ അനേക തീച്ചൂളയിൽ കൂടി കടന്നു പോയെങ്കിലും ദൈവം അവിടൊക്കെയും എന്നെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി. അതുകൊണ്ട് ഇന്ന് ഞാൻ അനേക രോഗികളുടെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് ദൈവം ഒരു ധൈര്യം തന്നിട്ടുണ്ട്. ആ രോഗികളോട് സംസാരിച്ചു കഴിയുമ്പോൾ എന്റെ ജീവിതത്തിൽ ഏതെല്ലാം കഷ്ടത കടന്നുപോയോ അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളെ ദൈവം എന്റെ അടുത്ത് ഇപ്പോൾ തരുന്നത്. അതായത് നീ ഒരു തീച്ചൂള ഒരു ടെസ്റ്റിൽ കൂടി കടന്നു പോകുമ്പോൾ ചിന്തിച്ചോണം, നിന്റെ മുൻപിൽ വലിയൊരു അനുഗ്രഹം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് ആ നിത്യതയാണ്. ആ വലിയ അനുഗ്രഹം എന്ന് പറയുന്ന നിത്യത. ആ നിത്യതയിൽ എത്തും വരെയും അനേക തീച്ചൂളയിൽ കൂടി കടന്നു പോകേണ്ടി വരും. ഇന്ന് എനിക്ക് വന്ന തീച്ചൂളയല്ലായിരിക്കും വേറൊരു വ്യക്തികൾക്ക് വരുന്നത്. എന്നാൽ ഓരോരുത്തർക്കും ദൈവം ഓരോ കഷ്ടത കൊടുക്കുമ്പോഴും തീരുമാനിച്ചോണം ദൈവം അതിന്റെ അപ്പുറത്ത് വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട്. ഇന്ന് രാത്രികാലം അടിയങ്ങളുടെ സാക്ഷ്യം കേൾക്കുന്ന ഈ വ്യക്തി ജീവിതങ്ങളെ നിങ്ങൾ ഏത് വേദനയിലൂടെ കടന്നു പോയാലും ഒരു കാര്യം ചിന്തിക്കുക, ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം വരാതെ ഒന്നും സംഭവിക്കുകയില്ല ജീവിതത്തില്. ദൈവം വാഗ്ദത്തം ചെയ്തെങ്കിൽ ദൈവം വാക്ക് മാറുന്നവനല്ല. ദൈവം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം കൊണ്ടുവരും. ഇന്ന് എന്റെ മോൻ 25 വയസ്സുണ്ട്. അവന്റെ കല്യാണം 2 മാസം കഴിയുമ്പോൾ നടക്കുകയാണ്. അവന് 3 വയസ്സുള്ളപ്പോൾ ആദ്യത്തെ പ്രയാസം എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. രണ്ടാമത്തെ പ്രയാസം കടന്നു വന്നപ്പോൾ 9 വയസ്സുണ്ട്. ഇന്ന് അവന് 25 വയസ്സുണ്ട്. ദൈവം ഇത്രത്തോളം നടത്തി. അത്ഭുതങ്ങളുടെ കരങ്ങള് അനേക തകർന്നു പോകും. പടക് തകർന്നെന്ന് തീരുമാനിക്കുമ്പോൾ പടക് ഇനി മുന്നോട്ട് കർത്താവേ പോകാൻ പറ്റുകയില്ലെന്ന് പറ്റുമ്പോഴും പടക് തകർന്ന് കർത്താവേ ഇനി എനിക്ക് നിൽക്കുവാൻ കഴിയില്ലെന്ന് പറയുമ്പോഴും അവിടൊക്കെയും ദൈവത്തിന്റെ കൃപ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വഴികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ടെസ്റ്റിമണി അനേകർ ജീവിതങ്ങൾക്കൊരു വിടുതലായി തീരുവാന് ഏത് കഷ്ടതയിലൂടെയോ രോഗത്തിലൂടെയോ പ്രയാസത്തിലൂടെയോ നിന്ദയിലൂടെയോ കടന്നു പോകുന്ന വ്യക്തി ജീവിതമേ ഈ ടെസ്റ്റിമണി ഒരു അനുഗ്രഹമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈ അനുഗ്രഹം ഹല്ലേലൂയ അടിയങ്ങളുടെ ജീവിതത്തിലെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമേ ആ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കഷ്ടതയുടെ നടുവിൽ കൂടി നടന്നാലും നീ അത് എന്നെ ജീവിപ്പിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ രാത്രി അടിയങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന കർത്താവേ യേശുവിന്റെ നാമത്തില് കർത്താവേ അടിയന്റെ ജീവിതത്തിന്മേലെ അനേക കഷ്ടങ്ങളിൽ കൂടി കടത്തിവിട്ടെങ്കിലും ദൈവം അതിന്മേലെല്ലാം ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും ഉള്ളതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ കഷ്ടത എന്റെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർത്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രത്തോളം ദൈവം സഹായിച്ചു, അനുഗ്രഹിച്ചു. ദൈവം സഹിച്ചാൻ ആയുസിനെ തിരിച്ചു കൊടുത്തു. 23 വർഷം ലോകം വിധി എഴുതി 2 ആഴ്ചയിൽ ജീവിക്കുമെന്ന് ലോകം വിധി എഴുതിയെടുത്ത് 23 വർഷം ആ വ്യക്തി ജീവിതം ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. ദൈവം ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം ഒരിക്കലും വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. ദൈവം വാഗ്ദത്തം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കുമെന്നുള്ളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. രാത്രികാലം
ദൈവം ഇത്രത്തോളം അവസരം നൽകി തന്നു. എന്റെ സാക്ഷ്യങ്ങൾ പറയുവാൻ ദൈവം ഇടയാക്കിയതിനാൽ സ്തോത്രം. എന്നാൽ ഈ വേദനകളൊക്കെയും വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ ഒരു കാര്യം മാത്രം ഞാൻ ചെയ്യും. ദൈവമേ, കർത്താവിന്റെ സന്നിധിയിലെ കരഞ്ഞ് കർത്താവിനോട് പിതാവിനോട്, നമ്മുടെ പിതാവാണ് എന്റെ ദൈവം, ആ പിതാവിനോട് അപേക്ഷിക്കുമ്പോൾ ആ വേദന ഒരു കുഞ്ഞിനെ ഒരിക്കലും ഒരു പിതാവ് ഒരു കുഞ്ഞിനെ വേദനയിലൂടെ കടന്നുണ്ടെങ്കിൽ ആ പിതാവ് എപ്പോഴും ആ കുഞ്ഞിന്റെ കൂടെ ഉണ്ടായിരിക്കും. ആ വേദന വരുമ്പോൾ ഞാൻ ചിന്തിച്ച്, പിതാവേ എനിക്ക് ഈ വേദനകൾ തരുന്നു. എന്നാൽ ആ വേദനയിൽ എന്റെ കർത്താവിനോട് കരയുമ്പോൾ അവിടെയൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് എന്നെ ആശ്വസിപ്പിക്കും. അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് എന്നെ നിലനിർത്തിയത്. ഈ കൃപയില്ലെങ്കിൽ ഒരിക്കലും ഈ കഷ്ടതയിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ ആശ്വസിപ്പിച്ചാലും നമുക്ക് ആശ്വാസം കിട്ടുകയില്ല. എന്റെ കർത്താവിന്റെ ആശ്വാസത്തിന്റെ കരം, ആ സമാധാനം മാത്രമേ ഉള്ളൂ. ഇന്നലെ ഒരു പാട്ട് പുതുതായിട്ട് ഇപ്പൊ ഇറങ്ങി വന്ന പോലെ, കർത്താവെ നിന്റെ ഒരു വാക്ക് മതി. ഒരു വാക്ക് ദൈവം കൽപ്പിച്ചാല് ആ ഒരു വാക്കിന്റെ പുറത്ത് ഹല്ലേലൂയ സൗഖ്യമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ ദൈവമേ, ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ പിടിച്ചു നിൽക്കുവാനുള്ള ദൈവകൃപ ഉയർത്തി നിന്ന് ദാനം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ആ വലിയൊരു കൃപ അടിയുടെ മേൽ പകർന്നു. എന്നോട് എല്ലാരും ചോദിക്കും, ഇനി ഇങ്ങനെ എങ്ങനെ വിനീതന്റെ ജീവിതത്തിൽ ഓരോന്നും വന്നപ്പോ പിടിച്ചു നിന്നത്? ഞാൻ പറഞ്ഞു, എന്റെ മിടുക്കോ സാമർഥ്യമോ ഒന്നും അല്ല, എന്റെ കർത്താവിന്റെ കൃപയൊന്നും മാത്രമാണ് എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞത്. വേദനിക്കുന്ന അനുഭവങ്ങള്, ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങള്, പണപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകള്, ഞെരുക്കങ്ങള്, ഇതിന്റെ ഇടയ്ക്ക് നിന്ദകളും കേൾക്കും. എന്തുകൊണ്ട്? അവിടെ ജീവിതത്തിൽ എപ്പോഴും അസുഖം, അവിടെ ജീവിതത്തിൽ എന്നും അസുഖം, സരിക്കെന്നും അസുഖം, ഇങ്ങനെയുള്ള നിന്ദകളും കേൾക്കും. എന്നാൽ ആ നിന്ദകളൊക്കെയും കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവെ എന്തുവാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർത്തോണം, നമ്മളെ പണിയാൻ ഏൽപ്പിച്ചു കഴിഞ്ഞു നമ്മളെ പണിയുമ്പോൾ നിന്ദകൾ പലതും കയറി വരും. പക്ഷെ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈ പണിയാൻ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മളെ പണിതെടുക്കും. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരളവിൽ പണിതെടുക്കുമ്പോൾ ചില വേദനയിലൂടെ കടന്നു പോകും. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തിയിലായിരിക്കും ആ വേദന വരുന്നത്, ചിലപ്പോൾ നമ്മൾ തന്നെയായിരിക്കും അനുഭവിക്കുന്നത്. ഈ പണിയാൻ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് പണിയാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അനേക വേദനകളിൽ കൂടി കടന്നു പോകേണ്ടി വരും. ഒരു വേദനയല്ല, ചിലപ്പോൾ ഒന്ന് കഴിയുമ്പോൾ അടുത്തത് മാറി വരും. എന്നാൽ അവിടെ ഒന്നും കംപ്ലൈന്റ് പറയാതെ പണിയാൻ ഏൽപ്പിച്ചു കൊടുത്തോ ആ വ്യക്തിയെ മാത്രമേ ദൈവത്തിനടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നീ പണിതില്ലെങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പണിയാത്ത ഒരു വ്യക്തി എന്ത് നിന്ന് പറഞ്ഞാലും അതിനകത്ത് ഒന്നും വിലയില്ല. എന്നാൽ നീ പണിയാൻ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ദൈവം നിന്നെ പണിതെടുക്കും. പണിതെടുത്ത് കഴിഞ്ഞിട്ട് നീ അത് കഴിഞ്ഞിട്ട് ഒരു സാക്ഷ്യം പറയുമ്പോൾ അത് അനേകർക്ക് വിടുതലായിത്തീരും. എന്നാൽ ഈ പണിയിൽ കൂടി പോകാൻ ഇച്ചിരി പ്രയാസമാണ് നമുക്ക് ജീവിതത്തിൽ. എല്ലാവർക്കും മനുഷ്യമായ രീതിയിൽ എല്ലാവർക്കും ആഗ്രഹിക്കുന്നത് അനുഗ്രഹവും സമാധാനം സന്തോഷം എല്ലാം ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ ആ വ്യക്തി നിന്ന് സംസാരിക്കുന്നത് പോലെയല്ല ഒരു പണിത വ്യക്തി നിന്ന് സംസാരിക്കുന്നത്. ഒരു പണിത വ്യക്തി നിന്നൊരു വാക്ക് പറഞ്ഞാൽ അതിന്മേലെ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. വേദനയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ആശ്വസിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആ വേദന ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അടുത്ത വ്യക്തിയോട് പറയാം, സാരമില്ല ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറയാം. പക്ഷേ നീ ഏത് വേദനയിലൂടെ കടന്നുപോയോ ആ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ നിനക്ക് മനസ്സിലാകും ഈ വ്യക്തി അനുഭവിക്കുന്ന വേദന. അല്ലെങ്കിൽ മാറി നിന്ന് കുറ്റം പറയും, ആ വ്യക്തി കണ്ടില്ലേ അവരുടെ കയ്യിലിരിപ്പുകൊണ്ട് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി. അതല്ല, വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നീ ചിന്തിച്ചോണം, കർത്താവിന് നിന്നെ പണിതെടുക്കാനുണ്ട്. പണിതെടുത്ത് ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ആ കുശവന് ഇഷ്ടമുള്ള രീതിയിൽ ആ പാത്രത്തെ മെനഞ്ഞെടുക്കും ദൈവം. ആ മെനഞ്ഞെടുക്കുമ്പം വേദന ഇല്ലാതൊന്നും അല്ല മെനഞ്ഞെടുക്കുന്നത്. അത് ശരിക്കും ആ പാത്രം നല്ലൊരു പാത്രമായിട്ട് അനേകരുടെ മുൻപിൽ അത് വിളങ്ങണമെങ്കിൽ ചില ശോധനയിലൂടെ നീ കടന്ന് കർത്താവേ അവിടെ എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടാവും. പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടെ എല്ലാം കർത്താവ് പണിത് അവസാനം മനോഹരമായ ഒരു പാത്രമായി തീരുന്ന ഉടനെ എല്ലാരും പറയും, ഓ അവരെ ദൈവം അനുഗ്രഹിച്ചു, കണ്ടോ ഇപ്പൊ എന്ത് അനുഗ്രഹം ഉണ്ടായി അവരുടെ ജീവിതത്തിൽ. പക്ഷെ ഒരു കാര്യം ചിന്തിച്ചോണം, നീ എത്ര വേദനയിലൂടെ പോയിട്ടാണ് ഈ അനുഗ്രഹം ഉണ്ടായതെന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം
ഈ സാക്ഷ്യം എന്ന് പറയുന്നത് ദൈവം, അതായത് ലോകം മുഴുവൻ വിധി എഴുതിയെടുത്ത് ദൈവം അത്ഭുതം പ്രവർത്തിച്ചാണ് ഇന്ന് അടിയങ്ങളെ ആക്കിയിരിക്കുന്നത്. ലോക വിധികളുടെ അപ്പുറമായിട്ട് പ്രവർത്തിച്ച ദൈവത്തിന്റെ കരം, ക്യാൻസറിനെ മാറ്റുന്ന ദൈവം, ട്യൂമറിനെ മാറ്റുന്ന ദൈവം, പണപരമായിട്ടുള്ള ബുദ്ധിമുട്ടിനെ മാറ്റുന്ന ദൈവം, ഇതെല്ലാം എന്റെ ജീവിതത്തിൽ അനുഭവിച്ചതാ. എല്ലാ കാര്യത്തിലൂടെയും ദൈവം കടത്തിവിട്ടു. എനിക്ക് എന്റെ ജീവിതത്തിൽ കടന്നു പോകാത്ത ഒരു അനുഭവം എനിക്കില്ല. എല്ലാത്തിൽ കൂടി ദൈവം ഓരോ സമയങ്ങളിൽ കടത്തിവിട്ടു. രോഗത്തിന്റെ മാക്സിമം തരാവുന്നതിന് അത്രയും രോഗം ഞാൻ അനുഭവിച്ചില്ലേലും ഞാൻ അനുഭവിച്ചതും, നമ്മള് ഹസ്ബൻഡും വൈഫും ആകുമ്പോൾ ഒരു ശരീരമാണ്. ഒരാൾ വേദന അനുഭവിക്കുമ്പോൾ മറ്റേ വ്യക്തിക്കും ആ വേദന അനുഭവിക്കുക എന്ന് പറയുന്ന പോലെ ഒരാൾ വയ്യാതെ കിടക്കുന്നു, പക്ഷെ അനുഭവിച്ചത് മുഴുവൻ കണ്ടത് ഞാനാ. എല്ലാ കാര്യങ്ങളിലും വരുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് തരണം ചെയ്ത് പിടിച്ച് കയറാൻ നോക്കി. അവസാനം കർത്താവേ അങ്ങയുടെ കണ്ണിൽ ഏൽപ്പിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. രോഗത്തിന്റെ അവസ്ഥകൾ വന്നു, മരണത്തിന്റെ അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വന്നു, പണപരമായിട്ടുള്ള ഞെരുക്കങ്ങൾ വന്നു. ഏതെല്ലാം അവസ്ഥകൾ കടന്നു വരാമോ അത്രത്തോളം ജീവിതത്തിന്റെ അവസ്ഥകൾ. എന്നാൽ അതിനു മുമ്പ് ഞാൻ കർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു, കർത്താവെ നിന്റെ കാര്യത്തിൽ ഞാൻ പണിയാൻ ഏൽപ്പിച്ചു തരുന്നെന്നൊരു കാര്യം പറഞ്ഞു. ഞാൻ ആ വിഷയം പ്രാർത്ഥിച്ചു. കർത്താവെ നിന്റെ ഇഷ്ടം പോലെ പണ തന്നെ ഒരു നല്ല പാത്രമാക്കണേന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇതെല്ലാം വന്നത്. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാതെ ഒരിക്കലും ദൈവം പണിയത്തില്ല. നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ ദൈവം പണിതെടുക്കുന്നത് അനേകരുടെ മധ്യത്തിൽ നിന്നെ ഒരു വലിയ സാക്ഷ്യമാക്കി നിർത്താനാണ് പണിതെടുക്കുന്നത്. ഇന്ന് രാത്രികാലം ഈ സാക്ഷ്യം അനേകരുടെ ജീവിതത്തിന് വിടുതലായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുന്ന വ്യക്തി രോഗത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും, പണപരമായിട്ട് ഞെരുങ്ങുന്ന വിഷയങ്ങൾ, തലമുറകളുടെ വിഷയമാണെങ്കിലും, എന്ത് വിഷയത്തിൽ കൂടി ഭാരപ്പെടുന്നോ ആ വിഷയങ്ങളിൽ മേലെല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നല്ലെങ്കിൽ നാളെ, നീ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് മറുപടി കിട്ടാതിരിക്കുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ സ്വർഗം തുറന്നിറങ്ങി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രികാലം ഈ സാക്ഷ്യം എല്ലാവരുടെയും ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രക്തതാഴ്ചയെടുക്കുന്ന യേശുവിന്റെ രക്തതാഴ്ചയെടുക്കുന്ന കർത്താവെ, അടിയങ്ങൾ ഒരുമിച്ച് കർത്താവെ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരികയാണ്. കർത്താവെ ദൈവമേ, ഹല്ലേലൂയ. അടിയങ്ങൾ ഒരുമിച്ച് കർത്താവെ ദൈവമേ അടിയന്റെ സാക്ഷ്യം ഷെയർ ചെയ്യാൻ ദൈവം സഹായിച്ചു. കർത്താവെ ഇന്ന് രാത്രികാലം അടിയങ്ങൾ ഒരുമിച്ച് കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഈ പ്രെയർ ലൈനകത്ത് കർത്താവെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ കാണും, വേദനയിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ കാണും, രോഗത്തിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ കാണും. കർത്താവെ അടിയങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രികാലം ദൈവം ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം ഇന്നും അടയാളം പ്രവർത്തിക്കുന്ന ദൈവമാണ്. എന്റെ കർത്താവിനാൽ അസാധ്യമായതൊന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സകല വിഷയങ്ങളും അടിയങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ വിധി എഴുതിയെടുത്ത് ദൈവമേ ഹല്ലേലൂയ ഇനിയും വിധി എഴുതുമ്പോൾ അവരുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം രാത്രികാലം അടിയങ്ങൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ചില ജീവിതങ്ങൾക്ക് വിടുതലായി തീരുവാന് കർത്താവെ, ചില ജീവിതങ്ങൾക്ക് കർത്താവെ വേദനയിലൂടെ കടന്നു പോകുന്ന ചില ജീവിതങ്ങളുടെ മേലെ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രികാലം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ചില ജീവിതങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. രാത്രികാലം ദൈവമേ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ അടികളെ നിറയ്ക്കണമേ, ആത്മാവിന്റെ ശക്തിയാൽ അടികളെ നിറയ്ക്കണമേ. കർത്താവെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം അടികളുടെ മേൽ പകരണമേ. ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിച്ച് ബലപ്പെടുവാന് കർത്താവെ, ആരാധിക്കുമ്പോൾ ചില ബന്ധനങ്ങൾ അരിയുവാന്, ആരാധിക്കുമ്പോൾ ചില കെട്ടുകൾ കൊണ്ടുപോകാന് ഇന്ന് രാത്രികാലം അടിയങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്ന കർത്താവെ ദൈവമേ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാന് ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ഒരുമിച്ച് ആരാധിക്കുമ്പോൾ കാരാഗ്രഹത്തിൽ ചങ്ങല പൊട്ടിയതുപോലെ ഇന്ന് രാത്രികാലം ആരാധിക്കുമ്പോൾ നടക്കുവാൻ യേശുവിന്റെ നാമത്തിലെ കർത്താവ് അടികൾ ഒരുമിച്ച് ആരാധിക്കുന്നു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തില് ചില രോഗബന്ധന കട്ടികളുടെ മേലെ സ്വർഗ്ഗത്തിലെ ഭൂമിക്ക് അധികാരമുള്ള യേശുവിന്റെ നാമത്തില് അടികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. രോഗബന്ധനങ്ങൾ ചില വ്യക്തി ജീവിതങ്ങള് ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുടെ മേലെ ദൈവമേ ഇന്ന് രാത്രികാലം അനേക നാളുകളായിട്ട് പ്രാർത്ഥിച്ച് മറുപടിയില്ലാതെ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുടെ മേലെ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രികാലം വെളിപ്പെടുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
ചില വിടുതലുകൾ നടക്കുവാൻ ചില വിഷയങ്ങളിൽ മറുപടി ഇന്ന് രാത്രികാലം സമയം പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്ന രാത്രി വെളിപ്പെടുന്ന അനേക പ്രാർത്ഥിച്ചിട്ടും രാത്രികാലം ദൈവം പ്രവർത്തി വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ കർത്താവേ ഇന്ന് രാത്രികാലം ഒരു വലിയ വിടുതലിനെ അടിയങ്ങൾ കഴിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കരം നീട്ടണമേ. അസാധ്യമെന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളുടെ മേലെ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രികാലം വെളിപ്പെടുവാൻ കർത്താവേ ഇടയാക്കുമാറാകണമേ. ഇന്ന് രാത്രികാലം ദൈവം മറുപടി അയക്കാൻ പോകുന്നതിനാൽ അനേക സ്ഥാനങ്ങളായിട്ട് പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ മേലെ ദൈവം ഇന്ന് രാത്രികാലം ചില അത്ഭുതങ്ങളെ ചില വ്യക്തി ജീവിതങ്ങളുടെ മേലെ ദൈവം ഇന്ന് രാത്രികാലം അനേക സ്ഥാനങ്ങളായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ജീവിതങ്ങളെ തറയ്ക്കണമേ. ചില വ്യക്തി ജീവിതങ്ങളെ ഇറക്കുമാറാകണമേ. ജീവിതങ്ങളുടെ മേലെ കർത്താവ് ഈ പ്രേരണയില്ലാത്ത ആരെല്ലാം വ്യക്തി ജീവിതം കൊണ്ടോ കർത്താവ് അവർ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേലെ അവസ്ഥകളുടെ മേലെ പ്രാർത്ഥിക്കുന്ന ശത്രുവായവരെ കെട്ടിയിരിക്കുന്ന അനേകരോട് ആലോചന പറയത്തക്ക രീതിയിൽ നിന്റെ മകനെ ശക്തമായിട്ട് ഇന്ന് രാത്രികാലോട് ഉപയോഗിക്കണമേ. നാമത്തില് അടികളോടെ ജീവിതത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് രാത്രികാലം അത്ഭുതത്തിന്റെ കടന്നിരിക്കുന്നതിനാൽ സ്തോത്രം. ചില വിടുതലുകളുടെ ദൈവമേ ചില ജീവിതങ്ങളുടെ മേലെ ചില വിടുതലുകളുടെ സാക്ഷ്യം പറയത്തക്ക രീതിയിൽ ചില വിടുതലിന്റെ സാക്ഷ്യം പറയുവാൻ കർത്താവേ ചില ജീവിതങ്ങളുടെ മേലെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം രാത്രികാലം ചില ജീവിതങ്ങളുടെ മേൽ പകരണമേ. അഭിഷേകത്തിന്റെ സാക്ഷി ഓരോ പശ്ചാത്തല അപ്പച്ച സാന്നിധ്യം അടികളുടെ മേൽ ഉണ്ടായിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തില് കർത്താവേ അപ്പച്ച അത്ഭുതത്തിന്റെ സാക്ഷ്യം അടിയങ്ങൾ കർത്താവേ അടുത്ത ദിവസങ്ങളിൽ കേൾക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ചില വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ആലോചന അറിയിക്കുകയാണ്. അനേക നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേലെ ഇന്ന് രാത്രികാലം വലിയൊരു വിടുതല കർത്താവ് അയക്കാൻ പോവുകയാണ്. ശാന്തന അനേക നാളുകളായിട്ട് നിന്നെ ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങളുടെ മേലെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ചില വിഷയങ്ങളുടെ മേലെ ഇന്ന് രാത്രികാലം സ്വർഗം ഒരു വിടുതൽ അയക്കാൻ പോവുകയാണ്. തലമുറയുടെ വിഷയത്തിന്മേലെ ഇന്ന് രാത്രികാലം ചില വിടുതലുകൾ ദൈവം അയക്കാൻ പോവുകയാണ്. അനേക നാളുകളായിട്ട് ഭാരപ്പെടുന്ന തലമുറയുടെ വിഷയത്തിന്മേലെ ഇന്ന് രാത്രികാലം ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അനേക കണ്ണുനീര് പ്രാർത്ഥിച്ച് തലമുറയുടെ വിഷയത്തിന്മേൽ ഭാരപ്പെടുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ മേലെ ദൈവം ഇന്ന് വിടുതൽ അയക്കാൻ പോകുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. അത്ഭുതത്തിന്റെ കരം നീട്ടിയിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.